ദൈവ നാമം മഹത്വപ്പെടും. പരിശുദ്ധ സഭയുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ പരിശുദ്ധന്മാരെ വ്യത്യസ്ത ശ്രേണികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് മനുഷ്യരെല്ലാം ബുദ്ധിയുടെ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഭക്തിയുടെ വഴി മനുഷ്യന് വല്ലാണ്ട് അന്യമായൊരു കാലം. ഭക്തിയുടെ വഴി മനുഷ്യന് അന്യമാകുന്നു, ബുദ്ധിയുടെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അത് തന്നെയാണ്. ശാസ്ത്രത്തിന്റെ കുതിപ്പൊക്കെ അമ്പരപ്പിക്കുന്നതാണ്. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. ഈ അടുത്ത കാലങ്ങളിലെ മുഴുവൻ ചർച്ചകൾ ഒരു സ്ത്രീയെയും പുരുഷനെയും കുറിച്ചായിരുന്നു. അങ്ങ് ബഹിരാകാശത്തിൽ നിന്ന് വന്നു. ആരായിരുന്നു അവരുടെ പേരുകൾ? സുനിത വില്യംസും ബുച്ച് വിൽമോറും. രണ്ടുപേരുടെ ബഹിരാകാശത്ത് പോയതാ. ഒരാഴ്ചത്തേക്ക് ഉല്ലാസയാത്രയ്ക്ക് പോയതാ അല്ലേ. മാസം 9 അവിടെ കഴിയേണ്ടി വന്നു. പക്ഷെ സുരക്ഷിതരായിട്ട് അവർ മടങ്ങിയെത്തി. അവിടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ബഹിരാകാശത്തൊക്കെ പോകുന്നത് ഇനിയിപ്പോഴ് നമ്മൾ കോട്ടയത്തും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ പോകുന്നത് പോലെ ബഹിരാകാശത്ത് പോകാനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുക. സ്പേസ് ഷട്ടിലുകൾ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് വാണിജ്യാടിസ്ഥാനത്തിൽ, ബിസിനസ് അടിസ്ഥാനത്തിൽ, ടൂറിസം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യാനിരിക്കുക. മനുഷ്യൻ്റെ ഇതിൻ്റെ പിന്നിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പറ്റിയൊരാളിനെ നമുക്ക് ലോകത്തിന് കിട്ടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. ആരാ വലിയ കോടീശ്വരൻ? എലോൺ മസ്ക്. അദ്ദേഹത്തിൻ്റെ വണ്ടിയല്ല അവരിപ്പോൾ കൊണ്ടുവരുന്നത്. നാസ അയച്ചെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വണ്ടി വേണ്ടി വന്നു. കോടിക്കണക്കിന് രൂപ. അദ്ദേഹം ഇപ്പോൾ ട്രംപിൻ്റെ തോളെ കൈയിട്ട് നടക്കുന്ന മനുഷ്യനാണ്. അമേരിക്ക എങ്ങനെ പോകണം നിയന്ത്രിക്കുന്നത് ഈ മനുഷ്യൻ എലോൺ മസ്കാണ്. ടെസ്ലയുടെ സിഇഒ ആണ്. സ്റ്റാർലൈറ്റിന്റെ സിഇഒ ആണ്. സ്പേസ് എക്സിന്റെ സിഇഒ ആണ്. സൗത്ത് ആഫ്രിക്കക്കാരനാണ്. പ്രിട്ടോറിയയിൽ ജനിച്ച മനുഷ്യനാണ്. പഠിക്കാൻ അമേരിക്ക വെച്ച കയറി. ഇപ്പം 4 രാജ്യങ്ങളുടെ സിറ്റിസൺഷിപ്പ് ഉണ്ട് ആ മനുഷ്യന്. 4 ഭാര്യമാരുണ്ട്, 12 പിള്ളേരുണ്ട്. എല്ലാവരും സുഖമായിട്ട് കഴിയുന്നു. ആർക്കും പരിഭവമില്ല, പരാതിയില്ല. ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്. എന്താ അതിന് മലയാളം? നിർമ്മിത ബുദ്ധി. അതേ മനുഷ്യൻ ഈ ലോകത്തോട് സത്യം വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞറിയാം? അണുവായുധത്തെക്കാട്ടിൽ ഭയാനകവും ഭീകരവുമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. വരാൻ പോകുന്ന ലോകം അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധി അദ്ദേഹം വിളിച്ചു പറഞ്ഞു ലോകത്തോട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ ബുദ്ധിയുടെ പിന്നാലെയാണ്. അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ഭവിഷ്യത്തുകളും എന്താണെന്ന് വരും ലോകം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് പിതാക്കന്മാരുടെ പ്രാധാന്യം. പരിശുദ്ധ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ 3 ശ്രേണിയിൽ പിതാക്കന്മാരെ കാണാം. 1, 2, 3 നൂറ്റാണ്ടുകളിൽ രക്തം സഭയ്ക്ക് വേണ്ടി ഒഴുക്കിയ പിതാക്കന്മാർ. ഈ കഴിഞ്ഞ ആഴ്ച പഹൽഗാമിൽ ഒരു മനുഷ്യന്റെ തലയിലോട്ട് തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് പറഞ്ഞാൽ നീ എന്നെ വെറുതെ വിട്ടേക്കാം. ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്കറിയില്ല, അത് പറയില്ല. അവർ പറയുന്ന മന്ത്രം ചൊല്ലിയാൽ വെറുതെ വിടും. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ചത്തോട്ട് കുഴപ്പമില്ല. നിറയൊഴിച്ചു, തൽക്ഷണം പോയി. 27 മരിച്ചവരിൽ പല ആളുകളും അങ്ങനെയുണ്ട്. കേരളത്തിൽ മരിച്ച ഒരാളുടെ അടുത്തേക്ക് പരിശുദ്ധ ബാബാതിരുമേനി കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു, കൊച്ചിയിൽ. ആ മനുഷ്യനോട് ചോദിച്ചതിന് മന്ത്രം ചൊല്ലാൻ പറഞ്ഞു. ചൊല്ലത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് ക്രിസ്ത്യാനി, എനിക്കറിയില്ല. നിറയൊഴിക്കുക ചെയ്യും. 1, 2, 3 നൂറ്റാണ്ടിൽ ഇതുപോലുള്ള ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പച്ച ജീവനത്തെ ശരീരത്ത് തുണി ചുറ്റി എണ്ണയിൽ മുക്കി വൃക്ഷക്കൊമ്പിൽ കെട്ടിത്തൂക്കിയിട്ട് വലിയ തീപ്പന്തം കൊളുത്തിയിട്ട് പറയും, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എനിക്ക് യേശു ആരുമല്ല എന്ന് പറഞ്ഞാൽ മതി, വെറുതെ വിടും. മറിച്ചാണെങ്കിൽ തീ കത്തിക്കും. ഈ തീ കത്തിച്ചിട്ട് അതിൻ്റെ ചൂട്ടിൽ ചടുല നൃത്തം നടത്തിയിട്ടുള്ള ആളുകൾ, രാജാക്കന്മാരുണ്ട്. എങ്കിലും അവർ തള്ളി പറഞ്ഞില്ല. സിംഹക്കുഴിയുടെ മുമ്പിൽ വാതിൽക്ക കൊണ്ട് നിർത്തിയിട്ട് പറയും, തള്ളിയിടാൻ പോവുക, തള്ളി പറഞ്ഞാൽ മതി, രക്ഷപ്പെടാം. വേണ്ട. സെന്റ് ഇഗ്നേഷ്യസ് പറയുന്ന വലിയ പിതാക്ക് പറഞ്ഞിരിക്കുന്നത്, ആ സിംഹത്തിന്റെ നഖം കൊണ്ടും എന്നെ
എന്നെ ഉപദ്രവിച്ചോട്ടെ, അതിൻ്റെ പല്ലുകൊണ്ട് എന്നെ കടിച്ചരയ്ക്കട്ടെ, എനിക്ക് യേശുവിൻ്റെ ഒരു അപ്പമായി തീരണം, അത് മതി. പ്രത്യേകിച്ച് ഹോളി ലാൻഡ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, മഹത്തരമായ ഒരു സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ അവിടെ ഉണ്ട്. ഈ ദേവാലയത്തിൻ്റെ ചുവർച്ചിത്രങ്ങളെ കാണുന്ന ഉടനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 2 കൈയും പുറകോട്ട് നീട്ടും, നാക്കിൻ്റെ തുമ്പിൽ കുടിലിട്ട് പിടിക്കും, നാക്ക് നീട്ടിപ്പിടിച്ചിട്ട് ഒരു കല്ലിൻ്റെ മേളിൽ വെച്ചിട്ട് വാള ഓങ്ങിയിട്ട് പറയും, വെറുതെ വിടാം, എനിക്ക് യേശു ആരും എല്ലാം തള്ളിപ്പറഞ്ഞാൽ മതി. ആ നാവ് തള്ളിപ്പറഞ്ഞ് പിന്നെ ഒരു നാവ് കൊണ്ട് എനിക്ക് ജീവിക്കണ്ട. ഇതുപോലെ ജീവൻ ഹോമിച്ചിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അവിടെയുള്ള കാറ്റക്യൂംസുകളുടെ മേളിലാണ് ദേവാലയങ്ങൾ പണിതിരിക്കുന്നത്. വലിയ മനോഹരമായ ദേവാലയങ്ങളിൽ അടുത്ത് ചെല്ലുമ്പോൾ പറയും, ഇതിൻ്റെ താഴ്വരയിൽ ആയിരക്കണക്കിന് ആളുകളുടെ മൃതശരീരം സംസ്കരിക്കപ്പെട്ടതാണ് പീഡനകാലത്ത്. ക്രിസ്തുവിന് വേണ്ടി ജീവൻ ഹോമിച്ചിട്ടുള്ള ആളുകൾ 1, 2, 3 നൂറ്റാണ്ടുകൾ നീറോയുടെ ഒക്കെ പീഡനകാലത്ത് അതിശക്തമായ പീഡനങ്ങൾ. ഒരുപക്ഷെ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെയൊക്കെ രാജ്യത്തും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത സാഹചര്യങ്ങൾ സംജാതമാകുമോ എന്ന് ആശങ്കപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ്. ഒന്നും വരാതിരിക്കട്ടെ. ശാന്തമായ സൗഹാർദ്ദത്തിൻ്റെ ഈറ്റുല്യമായ പുകൾപെറ്റ മണ്ണായ ഈ ഭാരതത്തിൻ്റെ മണ്ണ് ചോര വീണ് ചുമക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ രക്തം ചിന്തിയ പിതാക്കന്മാർ സഭയ്ക്കുണ്ട്. അവരെയാണ് നമ്മൾ വിശുദ്ധന്മാർ, കുറച്ചുകൂടെ പറഞ്ഞ രക്തസാക്ഷികളായ പിതാക്കന്മാർ, മാർട്ടിയേഴ്സ്. ആ കൂട്ടത്തിൽ അഗ്രഗണ്യനാണ് ആര്? 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ രക്തസാക്ഷിയുടെ പ്രഥമ കടിഞ്ഞൂൽ രക്തസാക്ഷിയായ സ്തേഫാനോസും, ഈ ദിവസങ്ങളിൽ നാം പെരുന്നാൾ ആഘോഷിക്കുന്ന സെന്റ് ജോർജും ഗീവർഗീസായും ഒക്കെ ആ നിലയിലാണ് കാണുന്നത്. 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ, പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ, ഒരുപക്ഷെ മിടുക്കനായിട്ട് അവിടെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ സർവ്വ സൈന്യാധിപനായിട്ട് വരാൻ എല്ലാ സാധ്യതയുള്ളവൻ, ഭരണചക്രം തിരിക്കുവാൻ അനന്ത സാധ്യതകൾ മുമ്പിലുള്ളവൻ. പക്ഷേ അതൊന്നെല്ലാം ചവർന്ന്, പൗലോസിന്റെ ഭാഷ പറഞ്ഞ ചവർന്നെണ്ണിവൻ, അതെല്ലാം ചവർന്നെണ്ണി എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുക, എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുക. അതിനുവേണ്ടി രക്തം ചൊരിഞ്ഞ പിതാവാണ്. ഈ പിതാവിനെ നാം അനുസ്മരിക്കുന്നത്, ഈ പിതാവിനെ നാം അനുസരിക്കുന്നത്. വീണ്ടും ഒരു ഗണത്തിൽപ്പെട്ട പിതാക്കന്മാരുണ്ട്. പ്രത്യേകിച്ച് 4ഉം 5ഉം ഒക്കെ നൂറ്റാണ്ടുകളിൽ സഭയുടെ വിശ്വാസത്തെ വല്ലാണ്ട് പിടിച്ചു കുലുക്കത്തക്ക വിധത്തിലുള്ള ശീഷ്മകൾ വർദ്ധിച്ചു, സ്കിസം വർദ്ധിച്ചു, വിശ്വാസ വിപരീതങ്ങൾ അവിടെ വളർന്നു വരാൻ തുടങ്ങി. ഇത് കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ. വിശ്വാസ വൈപരീത്യങ്ങളെ മാറ്റിക്കളയണം. അത് പക്ഷേങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് രാജാക്കന്മാരുടെ ഒക്കെ പിന്തുണ പോലും അവർക്കുണ്ട്. ഇവിടെ പിതാക്കന്മാർ വലിയ ബുദ്ധിരാക്ഷസന്മാരുടെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് നമുക്ക് അറിവുള്ളതുപോലെ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അനുഗ്രഹീത 3 പിതാക്കന്മാരുടെ ത്രയങ്ങളുണ്ട്. നിസായിലെ ഗ്രിഗോറിയോസും നാസിയാൻസിലെ ഗ്രിഗോറിയോസും വലിയമാർ ബസേലിയോസും, ഇതുപോലുള്ള പിതാക്കന്മാർ വലിയ ബുദ്ധിരാക്ഷസന്മാരാണ്. ഒരുപക്ഷെ ലോകത്തിൻ്റെ നെറുകയിലെത്തുവാൻ പ്രാണിയുള്ള പിതാക്കന്മാർ. അവരൊക്കെ ഒരുപക്ഷെങ്കിൽ ഇതെല്ലാം ത്യജിച്ചിട്ട് ലോകത്തിൻ്റെ പിന്നാലെ, ബുദ്ധിയുടെ പിന്നാലെ പോയിരുന്നെങ്കിൽ നെറുകയിലെത്താൻ സാധ്യതയുള്ളവർ. പക്ഷെ അവർ പറഞ്ഞു, സത്യവിശ്വാസത്തിന് വേണ്ടി രാജസന്നിധിയിലേക്ക് കടന്നു എന്ന്, ഇതാണ് സത്യവിശ്വാസം, ഇതാണ് സത്യവിശ്വാസം എന്ന് പറയാൻ ചങ്കൂറ്റം കാട്ടിയ പിതാക്കന്മാർ. ആ വിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച പിതാക്കന്മാർ, അതിനുവേണ്ടി ജീവൻ ഹോമിച്ചിട്ടുള്ള പിതാക്കന്മാർ 4-5 നൂറ്റാണ്ടുകളൊക്കെ നാം കാണുന്നുണ്ട്. ഇതുപോലെയുള്ള പിതാക്കന്മാരെ ആർക്കാ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കുക? ഇവരെയാണ് വിശുദ്ധ പിതാക്കന്മാരായിട്ട് നാം കാണുന്നത്. സഭയുടെ വിശുദ്ധന്മാരുടെ ശ്രേണിയിൽ അവരെ കാണുന്നു. വീണ്ടും മറ്റൊരു ശ്രേണിയുണ്ട്, 3ാമതൊരു ശ്രേണി കാണുന്നു, ആജീവനാന്തം. ജീവിതത്തിൻ്റെ എല്ലാ ഭോഗാസക്തികളും വെടിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യർ. അനേക പിതാക്കന്മാരെ നാം കാണുന്നുണ്ട്, തൂണിൻ്റെ മേളിൽ കയറിയിരുന്നിട്ട് പറയാ, വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട. ആദ്യമൊക്കെ കുറച്ച് എറിഞ്ഞു കൊടുക്കുമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അതിനേക്കാട്ടിലും തൂണ് കിളത്തി വെച്ചു. കാരണം എറിഞ്ഞാൽ പോലും കിട്ടരുത് എനിക്ക്. ശരീരത്തെ ദണ്ഡിപ്പിച്ചുള്ള പിതാക്കന്മാർ, മരുഭൂമിയിൽ പോയി ജീവിതം ഹോമിച്ചുള്ള പിതാക്കന്മാർ, വനാന്തരങ്ങളിൽ പോയി ജീവിച്ചുള്ള പിതാക്കന്മാർ. 5-ാം ദൂതനിൽ മാർ ബർസോമ ദുഃഖിതന്മാരിൽ തലവാൻ ശമോൻ ദുസ്തുനിയും മാർ ബർസോമയൊക്കെ ഓർക്കുന്നു. ശമോൻ ദുസ്തുനിയ തൂണിന്റെ മേളിൽ കയറിയിരുന്നത്. ബർസോമ എന്ന് പറയുന്ന പിതാവ് 54 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. കാട്ടുഭക്ഷണം കഴിച്ചിട്ട് കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചോണ്ട് ജീവിക്കുക. എന്നിട്ടും മനസ്സിന് ചില ചാഞ്ചല്യങ്ങൾ ഉണ്ടായപ്പോൾ
പിന്നീട് അദ്ദേഹം സ്വയം ദണ്ഡിപ്പിക്കാൻ പറഞ്ഞു, നിന്റെ വാ കൊണ്ട് ഞാൻ നിനക്ക് ഭക്ഷണം തരത്തില്ല. സ്വയം ദണ്ഡിപ്പിക്കുക. ഇവിടെ നോമ്പുകാലത്ത് ഉപവാസകാലത്ത് പോലും തിന്നാലും തികയില്ലല്ലേ. ഇവിടെ പറയുക സ്വന്തം ദണ്ഡിപ്പിക്കുക, നിനക്ക് ഭക്ഷണം തരില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് കാലുകൊണ്ട് അരുവി മുക്കിയിട്ട് പറഞ്ഞു, കാലേ കൂടെ വെള്ളം കുടിച്ചോളാം, കാലേ കൂടെ വെള്ളം കുടിച്ചോളാൻ. തൻ്റെ സ്വന്തം ശരീരത്തോട് പറയുക, കാലേ കൂടെ വെള്ളം കുടിച്ചു, നിനക്ക് വാ കൊണ്ട് വെള്ളം തരില്ല. മനസ്സ് ചഞ്ചലിച്ചപ്പോൾ, ലോകത്തിൻ്റെ ചിന്തകളിലേക്ക് വല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് സ്വയം ശിക്ഷിച്ചുകൊണ്ട് അരുവിയിൽ കാലുമുക്കി വെള്ളം കുടിച്ചുകൊണ്ട് ഇത് മാത്രം ജീവിച്ചു. ഇതുപോലുള്ള പിതാക്കന്മാർ സഭയ്ക്കുണ്ട്. ഇന്ന് സഭ നിലനിൽക്കുന്നതും ഈ സത്യസഭയായി നിലനിൽക്കുന്നതിൻ്റെ കാരണം ഇതാ. അനേകരുടെ രക്തമാണ്, അനേകരുടെ ബുദ്ധി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതാണ്, അനേകരുടെ ജീവിതം ആജീവനാന്തം സമർപ്പിച്ചതാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ പരിമല തിരുമേനിയെ പോലെ ബാല്യം മുതൽ മാതാവ് നഷ്ടപ്പെട്ട മകൻ, വളർച്ചപ്പനാരും ഇല്ലാത്ത മകൻ, രോഗാതുരനായ മനുഷ്യൻ, എല്ലാം തൻ്റെ സ്വന്തം ദേശവും ജന്മദേശവും വിടേണ്ടി വന്നവൻ, ഇതുപോലെയൊക്കെയുള്ള പിതാക്കന്മാർ. അവരുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി ഹോമിച്ച പിതാക്കന്മാർ. അപ്പം 3 ശ്രേണിയിലുള്ള പിതാക്കന്മാർ. 1, രക്തം സഭയ്ക്ക് വേണ്ടി കൊടുത്ത പിതാക്കന്മാർ. 2, ബുദ്ധി ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിച്ച പിതാക്കന്മാർ. 3, ജീവിതം മുഴുവൻ, സമസ്ത ജീവിതവും എല്ലാ സുഖലോലുപതകളും വെടിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിച്ച സന്യാസിവര്യന്മാരായ പിതാക്കന്മാർ. ഇവരെയൊക്കെയാണ് വിശുദ്ധന്മാരുടെ ശ്രേണിയിൽ. ഇവിടെയാണ് പെരുന്നാൾ പ്രസക്തമാകുന്നത്. അതിലഗ്രഗണ്യനാണ് പ്രത്യേകിച്ച് അനുഗ്രഹീതനായ ഒരു പട്ടാളക്കാരൻ. ഒരു പട്ടാളക്കാരൻ വിശുദ്ധിയിലേക്ക് വരാമോ? ഒരു പട്ടാളക്കാരൻ വിശുദ്ധിയിലേക്ക് വരാൻ സാധിക്കുമോ? ഈ സന്ധ്യത, ഈ പെരുന്നാൾ നമ്മെ കാട്ടുന്നതാ. സാധാരണക്കാർ പറയും പട്ടാളക്കാർ അവർക്ക് ജീവിതത്തിൻ്റെ ഒക്കെ ശൈലികൾ പരിപരുത്ത ജീവിതാനുഭവങ്ങളാണ്. ഇല്ല, ഇവിടെയാണ് പ്രത്യേകിച്ച് ഗീവർഗീസ് സഹോദരൻ വ്യത്യസ്തനാവുന്നത്. ഈ സന്ധ്യയിൽ ഒരു പട്ടാളക്കാരൻ വിശുദ്ധിയുടെ ഉത്തുംഗശൃംഗത്തിലേക്ക് ഉയർന്നെങ്കിൽ നമുക്കും സാധിക്കുമെന്നുള്ളൊരു ബോധ്യം നമ്മളുണ്ടാവണം. എന്തിനാണ് പെരുന്നാളെന്ന് ചോദിച്ചാൽ ഇതിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. ഈ സന്ധ്യയിൽ എൻ്റെ ചിന്തയും ഫോക്കസും അതാ, ശ്രദ്ധ. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും പറയാനും ദൈവശാസ്ത്രമൊന്നും പറയാൻ ശ്രമിക്കുന്നില്ല. എന്തിനാണ് ഈ സന്ധ്യ വേർതിരിക്കുന്നത് ചോദിച്ചാൽ, ഈ വിശുദ്ധിയിലേക്ക് എന്താ പെരുന്നാളിൻ്റെ ആത്യന്തിക ലക്ഷ്യം? പെരുന്നാളിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്നറിയാം? പെരുന്നാളിൻ്റെ ആത്യന്തിക ലക്ഷ്യം നഷ്ടപ്പെട്ട ചൈതന്യം വീണ്ടെടുക്കുക. ഇടവകയ്ക്ക്, പരിശുദ്ധ സഭയ്ക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് നഷ്ടപ്പെട്ട ചൈതന്യം വീണ്ടെടുക്കുക. ഈ ചൈതന്യം വീണ്ടെടുക്കാനായിട്ടാണ്. അല്ലെ ഇത്രയും കാശൊന്നും മുടക്കി ഇതൊന്നും ചെയ്യണ്ട. ഇവിടെ എല്ലാം കെട്ടിഘോഷിച്ച് മനോഹരമായ വിളക്കുകൊണ്ട് അലങ്കരിച്ച് നാളെ വൈകിട്ട് വെള്ള ഉടുപ്പും ഒക്കെ ഇട്ടുകൊണ്ടില്ലേ കത്തിച്ച തിരിയുമായിട്ട് തെരുവീതികളിൽ നടക്കാൻ പോവുക. എന്തിനു വേണ്ടി? ഒറ്റ മാത്രമേ ഉള്ളൂ, ദൈവമേ നഷ്ടപ്പെട്ട ചൈതന്യം നീ എനിക്ക് തിരിച്ചു തരണം. എൻ്റെ കുടുംബത്തിൽ വല്ലാണ്ട് അന്ധകാരം മൂടുന്നു, നഷ്ടപ്പെട്ട ചൈതന്യം എനിക്ക് മടക്കി തരണം. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. ഈ നഷ്ടപ്പെട്ട ചൈതന്യം വീണ്ടെടുക്കുവാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? കെംദായുടെ അനുഗ്രഹീതമായ രാത്രി പ്രാർത്ഥനയിൽ 2-ാം കോമയിൽ മനോഹരമായ പെരുന്നാളുകളുടെ പരമമായ ലക്ഷ്യം എന്താണ് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്നു, ഈ പെരുന്നാളിൽ കർത്താവേ നിർമ്മലരാകണം ഞങ്ങൾ, ഈ പെരുന്നാളിൽ കർത്താവേ തരണം ഞങ്ങൾക്കുൾവെണ്മ. വിശുദ്ധിയിലേക്ക് വളരാൻ പെരുന്നാളിൻ്റെ പരമമായ ലക്ഷ്യം അതാണ്. ദൈവീകരണത്തിലേക്ക് വരുവാൻ. ഇന്നലെ ദൈവീകരണത്തിന് 4 വഴികളാണെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വഴികളാണെന്ന് പറഞ്ഞു. ഈ ദൈവീകരണ പ്രക്രിയയിലേക്ക് വളരുവാൻ 3 ഗുണങ്ങൾ നമുക്കുണ്ടാവണം. 3 ഗുണങ്ങളുണ്ടാവണം. അതുകൊണ്ട് ഈ സന്ധിയിൽ നമുക്കൊരു തീർത്ഥാടനമാണ്. ഈ പെരുന്നാളിൽ അതിൻ്റെ പരമമായ ലക്ഷ്യം കൈവരിക്കുവാൻ ദൈവം എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് എന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ഒത്തിരി കാശും മുടക്കി ചെണ്ടയും മേളവും പടക്കവും വെടിക്കെട്ടും ഒക്കെ നടത്തിക്കൊണ്ട് പെരുന്നാളായില്ല. അതൊക്കെ ദൂർത്തും ചെലവുമായിട്ടാണ്. ഇന്ന് പെരുന്നാളുകൾ പേക്കൂത്തുകളായിട്ട് തീരുന്നൊരു കാലഘട്ടമാണ്. ഇവിടെയാണ് വിശുദ്ധന്മാരെ സന്തോഷിപ്പിക്കുന്ന പെരുന്നാളാണോ? സ്വർഗം സന്തോഷിക്കുന്ന പെരുന്നാളാണോ? ദൈവം സന്തോഷിക്കുന്ന പെരുന്നാളാണോ നമ്മുടെ പെരുന്നാൾ? ഇത് ആത്മശോധന ചെയ്യണം. പെരുന്നാളുകളുടെ പരമമായ ലക്ഷ്യം അതാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 20-21 വാക്യത്തിൽ പറയുന്നുണ്ട്, യെരൂശലേമിൽ പെരുന്നാളിന് ചെന്ന ചിലർ ബത്സയിദക്കാരനായ ഫിലിപ്പോസിനെ കാണുന്നുണ്ട്. ഫിലിപ്പോസിനെ കണ്ടിട്ട് ഫിലിപ്പോസിനോട് ചോദിക്കുക, എന്തിനാ പറയുന്നത്? അവിടെ ചെന്ന് പെരുന്നാളിൽ നമസ്കരിക്കാൻ ചെന്നു എന്നാ പറയുന്നത്. പെരുന്നാളിൽ ആത്യന്തികമായിട്ട് വേണ്ട നമസ്കാര, ആരാധനയാണ്. ചെണ്ടയുടെ പുറയിൽ ആളുണ്ട്,
വെടിക്കെട്ടിന്റെ പിന്നിൽ ആളുണ്ട്, മറ്റ് ഭൗതികമായ ചടങ്ങുകളുണ്ട്. വിശുദ്ധ ആരാധനയ്ക്ക് വിശുദ്ധിയോടെ തിരുബലിപീഠത്തിലേക്ക് കടന്നു വരാൻ എത്ര ആളുകളുണ്ട്. സമയം പാലിച്ച് ഒരുപക്ഷെ നാളെ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ പ്രധാന ദിവസം വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുമ്പോൾ എത്ര പേർ അതിനുവേണ്ടി ഒരുക്കത്തോടെ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് പെരുന്നാളിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്ന അതാണ്. നമുക്ക് വിശുദ്ധിയോടുകൂടി പെരുന്നാളിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കുക. അവിടെ പറയുന്നു, യവനക്കാർ ചിലര് നമസ്കരിക്കാനായിട്ട് വന്നതാണ്. അവർ ഫിലിപ്പോസിനെ ചെന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് യേശുവിനെ കാണണം. മനസ്സിലെഴുതിയോ? വായിച്ചേട്ടത് 20-21 വാക്യം വായിച്ചു. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ. അപ്പൊ പെരുന്നാളിന്റെ ആദ്യത്തെ ലക്ഷ്യം നമസ്കരിക്കുക, ആരാധനയാണ്. പെരുന്നാളിന് ആരാധന അനിവാര്യം. ആരാധിക്കാൻ വരുമ്പോൾ മാത്രമാണ് ഉള്ളിലൊരു ചിന്ത ഉണ്ടാകുന്നത്. എന്താ ചിന്ത? രണ്ടാമത്തെ ചിന്ത എന്താ? ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നു അവനോട്, യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണണം, താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. പെരുന്നാളിന്റെ ആദ്യത്തെ ലക്ഷ്യം ഒന്ന് നമസ്കരിക്കുക, ഒന്ന് യേശുവിനെ കാണുക. എബിഎച്ചിനോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചു, പെരുന്നാളിന് ഞങ്ങൾക്ക് എന്തോ സ്പോൺസർ ചെയ്യണമെന്ന് ചോദിച്ചാണ്. അല്ല അച്ഛൻ അങ്ങോട്ടോ നിങ്ങൾ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു കാണും. പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്നവരുടെ ചിന്ത യേശുവിനെ കാണണം. കൺവെൻഷൻ അതിനു വേണ്ടിയാ. കൺവെൻഷൻ എന്തിനാ? മുമ്പ് ഒരുക്കിയിരിക്കുന്ന 2 ദിവസങ്ങൾ നമ്മെ പെരുന്നാളിന് ഒരുക്കാൻ വേണ്ടിയാ. ഈ പെരുന്നാളിന്റെ ആത്യന്തിക ലക്ഷ്യം എന്തായിരിക്കണം? 2 കാര്യങ്ങളാണ്. ഒന്ന്, ആരാധനയായിരിക്കണം. 2, ഞാൻ പറഞ്ഞില്ലേ, 2, യേശുവിനെ കാണാനായിട്ടാണ്. 3 വിധത്തിലുള്ള പിതാക്കന്മാരുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന്, രക്തം കൊടുത്ത പിതാക്കന്മാർ, ബുദ്ധി കൊടുത്ത പിതാക്കന്മാർ, ജീവിതം മുഴുവൻ കൊടുത്ത പിതാക്കന്മാർ. പെരുന്നാളിന് 2 ആവശ്യങ്ങളുണ്ട്. ഒന്ന്, ആരാധിക്കണം. 2, യേശുവിനെ കാണണം. പെരുന്നാൾ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു ചെറിയ വേദഭാഗം, വളരെ പരിചിതമുള്ള ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 4-ാം വാക്യം അവസാനിക്കുന്നിടത്ത് 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 4-ാം വാക്യത്തിൽ കർത്താവേ, കർത്താവേ. അപ്പോൾ പത്രോസ് യേശുവിനോട് എന്താ പറഞ്ഞത്? കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നാം ഇവിടെ, ഈ പെരുന്നാൾ അത്രയും മതി. കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. ഈ പെരുന്നാളിൽ ആലയത്തിൽ ഇരിക്കുന്നത് നന്ന്. ദൈവ സാന്നിധ്യ ബോധത്തിൽ ഇരിക്കുന്ന നന്ന് എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ഇവിടെ അതിന് പത്രോസ് യേശു തമ്പുരാനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ സന്ദർഭം വേദോത്സവം വായിക്കുമ്പോഴറിയാം. യേശു തമ്പുരാന്റെ തേജസ്കരണമാണ്. പെരുന്നാളുകളുടെ പരമമായ ലക്ഷ്യവും തേജസ്കരണമാണ്. നമ്മളെ തന്നെ തേജസ്കരിക്കുക എന്നുള്ളതാണ്. ഈ തേജസ്കരണം നടന്നൊരു പർവ്വതമുണ്ട്, മലയുണ്ട്. എവിടെന്നറിയോ? 3 സുവിശേഷങ്ങളിലും ഇതിന്റെ വിശദാംശങ്ങളുണ്ട്. 4 സുവിശേഷങ്ങളുണ്ട് തത്വത്തിൽ. അതിൽ പ്രധാനപ്പെട്ട 3 സുവിശേഷം മത്തായി ശ്ലീഹായും മർക്കോസും ലൂക്കോസും ഒരുപോലെ സുവിശേഷിക്കുന്ന ഒരു ഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ വേദഭാഗം പറയുന്നുണ്ട്. രണ്ടാമത് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇത് കൊടുക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം എവിടെ കൊടുക്കുന്നത്? എന്താ കൊടുക്കുന്നത്? നോക്കിയാട്ട് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 6 വരെയുള്ള ഭാഗങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ പറഞ്ഞത് ഈ 3 സുവിശേഷങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പ്രസക്തമല്ല, ഞാൻ സന്ദർഭോചിതമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ 4 സുവിശേഷങ്ങളിലും വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുക്കുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയാണ്. തമ്പുരാന്റെ തേജസ്കരണത്തിന്റെ പർവ്വതത്തിലേക്ക് തമ്പുരാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ പെരുന്നാൾ നമുക്ക് ദൈവീകരണത്തിന് വേണ്ടിയുള്ളൊരു അനുഗ്രഹീതമായ അവസരമാണ്. നമ്മെ തന്നെ ദൈവീകരണത്തിന് വേണ്ടി ഒരുക്കുന്ന അനുഗ്രഹീത സന്ദർഭമാണ്. എൻ്റെ യേശുവിനെ ഒന്ന് കാണാൻ ഈ പെരുന്നാളിൽ നമ്മെ ക്രിസ്തു വിളിക്കുക. ഈ പെരുന്നാളിന് നമുക്ക് ക്രിസ്തുവിൻ്റെ അനുഗ്രഹകരമായ ഒരു ദർശനമുണ്ടാകുമോ? പെരുന്നാളിൽ ലക്ഷ്യമാക്കുന്നതാണ്. പെരുന്നാളിൻ്റെ പരമമായ ലക്ഷ്യം അതാണ്, വിശുദ്ധിയിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, യേശു തമ്പുരാൻ 3 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടാണ് ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയത്. പർവ്വതത്തിന്റെ പേര് ഞാൻ ചോദിച്ചു, ഏതാണ് പർവ്വതം? അറിയാം? യേശുവിന്റെ തേജസ്കരണം നടന്ന പർവ്വതം ഏതെന്നറിയാം? താബോറാണെന്ന് പറയുന്നില്ലേ? വീട്ടിൽ പോയി നോക്കിയാൽ മതി, ഇപ്പൊ വേണ്ട. 3 ഭാഗത്തിലും താബോർ എന്ന് പറയുന്നില്ല. ഈ 3 ഭേദഭാഗങ്ങളിലും താബോർ എന്ന് പറയുന്നില്ല. ഒരു ഉയർന്ന പർവ്വതം എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഉയർന്ന
ഉയർന്ന പർവ്വതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നേ സൂചിപ്പിക്കുന്നുള്ളൂ. മൂന്നിടത്തും പറയുന്നില്ല താബോറാണെന്ന്. അത് നമുക്കിവിടെ പ്രസക്തവുമല്ല. ദൈവശാസ്ത്രജ്ഞന്മാരോ വേദപുസ്തകത്തിൻ്റെ സ്കോളേഴ്സും ഒക്കെ അതിനെക്കുറിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തോട്ടെ. പക്ഷേ വിശ്വാസപരമായി പരമ്പരാഗതമായി ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് യേശു താബോറിലേക്ക് കൊണ്ടുപോയത്. ഏതൊക്കെയാണ് യേശു തമ്പുരാനൊപ്പം പോയ ശിഷ്യന്മാരെന്നറിയാമോ? 3 ശിഷ്യന്മാരെയാണ്. പത്രോസും യാക്കോബും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടാണ് യേശു താബോറിൻ്റെ ഔന്നത്യത്തിലേക്ക് പോകുന്നത്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. അവിടെ ചെന്നു. എന്തിനു വേണ്ടിയാണ് പോയത്? OBSന്റെ ടൂറിന് വേണ്ടി പോയതാണോ? ഇല്ലേ? ടൂറിന് പോയായിരുന്നു ഇപ്രാവശ്യം? പോയില്ല. പോകാമെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്, ഇല്ലേ? ഇതുവരെ കൊണ്ടുപോയില്ല. അപ്പോൾ താബോറിലേക്ക് ഒരു ടൂറിന് പോയതൊന്നുമല്ല. അവിടേക്ക് യേശു തമ്പുരാൻ പോവുകയാണ്. അവിടെ ചെന്നു. യേശു തമ്പുരാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വേദപുസ്തകത്തിൽ പറയുന്ന മനോഹരമായ വാക്യമുണ്ട്. അവൻ്റെ മുഖഭാവം മാറി. അവൻ്റെ മുഖം എങ്ങനെയായി തീർന്നു എന്ന് പറഞ്ഞത് 17-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ്റെ മുഖം രൂപാന്തരപ്പെട്ടു, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. മാത്രം മതി. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. ഈ പെരുന്നാൾ നമ്മളെ ഒന്ന് ശോഭയുള്ളവരാക്കി തീർക്കുന്നതിന്, ഈ പെരുന്നാൾ നമ്മളെ ശോഭയുള്ളവരാക്കി തീർക്കുന്നതിന് മറ്റുള്ളവർ കാണുമ്പോൾ പറയണം, പെരുന്നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആളൊക്കെ മാറിപ്പോയല്ലോ. ജീവിത പങ്കാളി പറയണം, അച്ഛൻ്റെ സ്വഭാവത്തിനൊക്കെ എന്തൊരു വ്യത്യാസമാണ് പെരുന്നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക്. ഭാര്യയെ കാണുമ്പോൾ പറയണം, അയ്യോ നിനക്ക് എന്ത് മാറ്റമോ വന്നിരിക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞ്. അപ്പനും പിള്ളേരെ നോക്കിയിട്ട് പറയണം, എന്തോ ഒരു മാറ്റമോ വന്നിരിക്കുന്നത്. നമ്മുടെ മുഖഭാവം മാറണം. ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ മുഖഭാവം ശരിയല്ല. അത് ശരീരത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇവിടെ പറയുന്നു അവന്റെ മുഖം എങ്ങനെ ശോഭിച്ചു എന്ന് പറയുന്നത് സൂര്യനെ പോലെ. ശരീരത്തിന്റെ നിറപ്പ് എന്തോ ആയിക്കോട്ടെ, കറുപ്പോ വെളുപ്പോ, ഇല്ലെങ്കിൽ ഇപ്പൊ കല്യാണത്തിന്റെ കോളത്തിന് കൊടുക്കുന്നില്ലേ വീറ്റിഷ് കളർ എന്നൊക്കെ പറഞ്ഞു, ഏത് കളറും ആയിക്കോട്ടെ, അതൊക്കെ ദൈവം തരുന്നതാണ്. കറുപ്പിനും അഴക് എത്ര എന്നാ പറയുന്നത്? 7 അഴകാണെന്നാ പറയുന്നത്. അപ്പൊ ശരീരത്തിന്റെ നിറമല്ല ഇവിടെ വിഷയം. പണ്ടൊരു ബലൂൺ കച്ചവടക്കാരനുണ്ടായിരുന്നു, പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലേ. ഇതുപോലെ ബ്ലൂ കളറിലുള്ള, അതുപോലെ ചുവപ്പ് കളറ്, പിങ്ക് കളറ് ഒക്കെയുള്ള ബലൂൺ. അവ പിള്ളേരെ ആകർഷിക്കാനായിട്ട് ഈ ബലൂൺകാരൻ എന്താ ചെയ്യുന്നറിയാമോ? നമ്മളെയൊക്കെ യവന്മാരുടെ അടുത്ത് നടക്കത്തില്ല, പേരുടെ അടുത്ത് നടക്കും. ഒരു ഇതോടെ അയച്ചു കൊടുത്തു. ഒരു വള്ളി അങ്ങോട്ട് വിട്ടുകൊടുത്തപ്പോഴത്തേക്ക് ഈ ബലൂണ്, ചുമന്ന ബലൂൺ ഇങ്ങനെ പറന്ന് പോയിട്ട് പോയി. അപ്പോൾ കൂടെ നിന്നൊരു കക്ഷി പറഞ്ഞു, ചുമന്ന ബലൂൺ പറക്കും, അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന കറുത്ത ബലൂൺ പറക്കും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ തോളയിൽ പിടിച്ചിട്ട് പറഞ്ഞു, മോൻ തന്നെ കയ്യിലെടുത്താട്ട് വിടാൻ പറഞ്ഞു. വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അതിനേക്കാൾ വേളിപ്പോയി കറുത്തത്. എന്നിട്ട് തോളെ തട്ടിക്കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞുണ്ട്, മോനെ കളർ ഡസന്റ് മാറ്റർ. കളർ അല്ല കാര്യം, കളർ ഡസന്റ് മാറ്റർ, വാട്ട് ഇൻസൈഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അകത്തെന്തിരിക്കുന്നു എന്നുള്ള പ്രാധാന്യം. അകത്തെന്തിരിക്കുന്നു. ബലൂൺ ഉയരാൻ കാരണം എന്താ? അതിനകത്തെ വായുവാ. അത് പ്രത്യേകമായിട്ട് ഏറ്റവും പ്രത്യേകിച്ച് ഹീലിയം പോലുള്ള വായു ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ളതാണെങ്കിൽ പെട്ടെന്ന് മുകളിലേക്ക് പോകും, നല്ല ഉയരങ്ങളിലേക്ക് പറന്നു പോകും ആ സമയം. അപ്പോഴകത്തെന്തിരിക്കുന്നു എന്നുള്ളതാണ് ഉയരാൻ പ്രാധാന്യം. ശരീരത്തിന് നിറമല്ല, ഉള്ളാണ് വാസ്തവത്തിൽ പ്രാധാന്യം. മോഹശോഭ വർദ്ധിപ്പിക്കുന്നത് ഉള്ളിനെ ആശ്രയിച്ച. പണ്ടൊരു കൺവെൻഷൻ ചോദിച്ചു, മോഹശോഭ വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന്. ഒരു കൊച്ചു ചേച്ചി പറഞ്ഞെന്താ അറിയാം, ഫെയർ ആൻഡ് ലവ്ലി വരട്ടിയാൽ മതി. ഫെയർ ആൻഡ് ലവ്ലി ഇപ്പോഴത്തെ, അത് പണ്ടത്തെ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ നമ്മുടെയൊക്കെ കൊച്ചിലെ വയസ്സ് 10-12 കൊച്ചിലെ. ഇപ്പോഴത്തെ സാധനം വെള്ളം മെച്ചപ്പെട്ട സാധനം. ഇപ്പോൾ ഒത്തിരി ഇല്ലേ, വാട്സപ്പോ അല്ലെ ഫേസ്ബുക്കോ ഒക്കെ കൊണ്ട് തോന്നു കഴിഞ്ഞാൽ അതേ ഉള്ളൂ. എല്ലാവരും പരസ്യമായിട്ട് വന്നിരിക്കുക. 100% 3 ദിവസം കൊണ്ട് ഫലം കിട്ടും ഇല്ലേ. എന്തെല്ലാം വാരി തേച്ചിട്ടും ഇല്ലേ, നമ്മുടെ അവസ്ഥ പിന്നെ ഒരു വ്യത്യാസവും ഇല്ല. പണ്ടത്തേക്കാൾ പിന്നത്തേതാണ്. വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞ പോലെ അവസ്ഥയിലേക്ക് പലപ്പോഴും ഇല്ലേ. അപ്പോൾ അവസ്ഥ അതാ. അപ്പോൾ നമ്മൾ ശരീരത്തിൽ പറ്റുന്നതിനെ കുറിച്ചല്ല, നമ്മുടെ ഉള്ളിൻ്റെ സൗന്ദര്യം. ചില മനുഷ്യരോടൊന്ന് മിണ്ടി തുടങ്ങി വലിയ സൗന്ദര്യമൊന്നും ഓർക്കില്ല, പക്ഷെ മിണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു താല്പര്യമാണ്, വല്ലാത്തൊരു ആശ്വാസമാണ്. ചിലരോട് സംസാരിച്ചാൽ വലിയൊരു ആശ്വാസമാണ്. പണ്ടൊക്കെ അങ്ങനെയാണ്. മനസ്സിന് എന്ത് സംഘർഷം ഉണ്ടെങ്കിലും അച്ഛാ കുറച്ചു നേരം ആ മനുഷ്യനോട് കരുതുന്ന അവരുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ മനസ്സിനൊരു ആശ്വാസമാണ്. ഇങ്ങനെ ആശ്വാസം കണ്ടെത്തിയുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ പൂർവ്വസൂരികളായ പിതാക്കന്മാരുണ്ട്. അവരൊന്നും പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആയിരുന്നില്ല, അവർക്കൊന്നും വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊന്നും ആയിരുന്നില്ല. പക്ഷെ അവർ ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ ഉള്ളിൽ ചേർത്ത് പിടിച്ചുള്ള മനുഷ്യരാണ്. അവരുച്ചരിക്കുന്ന വാക്കുകൾക്ക് ഒരു ദൈവിക ശക്തിയുണ്ട്, ഒരു ഇച്ഛാശക്തിയുണ്ട്. വാസ്തവത്തിൽ ഒരു ഗ്രാമം മുഴുവൻ തേങ്ങി വിതുമ്പി നിൽക്കുമ്പോൾ ഒരു സുന്ദരനായ പുരുഷൻ അവിടെ കടന്നു വരിക. അതാ ഗീവർഗീസ്. കാരണം തൻ്റെ ആന്തരിക സൗന്ദര്യമാണ്, തൻ്റെ മുഖശോഭയാണ്, തൻ്റെ ഉള്ളിലെ ചൈതന്യമാണ്, തൻ്റെ ദൈവാശ്രയമാണ്.
ഇവിടെ ഈ സന്ധ്യയിൽ ശാന്തമായി പെരുന്നാളിൻ്റെ സന്ധ്യയിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ എന്നിലേക്ക് നോക്കണം. ദൈവമേ, എനിക്ക് ആന്തരിക വിശുദ്ധിയുണ്ടോ? നിന്റെ സന്നിധിയിലേക്ക് പെരുന്നാളിലേക്ക് അടുത്തു വരുവാൻ ആ വിശുദ്ധി എന്നിലുണ്ടോ? ഇത് ആത്മശോധന ചെയ്യാൻ സാധിക്കണം. ഇന്ന് വല്ലാത്ത ഭയപ്പാടില്ല നാം ജീവിക്കുന്നത്. നമ്മുടെ ഉള്ള ഉടയവനെ അറിയുന്നത് എല്ലാവരും അറിയില്ല വാസ്തവത്തിൽ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ എത്ര ഭയപ്പാടോടാ 139 സങ്കീർത്തനം താഴെ വായിക്കുമ്പോൾ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ അന്തരംഗം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, ഞാൻ സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നീയാണ്, പാതാളത്തിൽ കിടക്ക വരിച്ചാൽ അവിടെയാണ് നീയാണ്, അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞവൻ നീയാണ്. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു. ദൈവമേ, നീ അറിയാതൊരു വാക്കുപോലും എൻ്റെ നാവിൻ തുമ്പിലില്ല. മുമ്പും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എനിക്ക് ഭാരമായിരിക്കുന്നു. 130 സങ്കീർത്തനത്തിൽ പറയുക. എത്ര ശ്രേഷ്ഠമായിട്ടുള്ള വചസ്സുകളാണ്. ഈ ഒരു ബോധ്യം നമ്മളുണ്ടോ? ശാന്തമായി, ഒത്തിരി ഒന്നും ചിന്തിക്കണ്ട, ഒത്തിരി ദൈവശാസ്ത്രമൊന്നും വേണ്ട, വളരെ ലളിതമായി ഞാൻ എന്നോട് ചോദിക്കണം, ദൈവമേ, ഈ പെരുന്നാളിൽ ഉള്ള അറിയുന്ന ഉടയവൻ എന്നെ നോക്കിയാൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താ? എനിക്ക് ക്രിസ്തുവിനെ പോലെയുള്ളൊരു മോശോഭ, എനിക്ക് ക്രിസ്തുവിനെ പോലൊരു ചൈതന്യം. പണ്ടൊക്കെ പറയുന്നത് സൗന്ദര്യം എന്നല്ല പറയുന്നത്. ആ കൊച്ചിനെ നോക്കിയിട്ട് എന്തൊരു ഐശ്വര്യം, ഐശ്വര്യം എന്ന് പറയുന്നത്, നിറമല്ല അവിടെ പറയുന്നത്. ഐശ്വര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഈശ്വര ചൈതന്യം ഉള്ളതിനെ ഐശ്വര്യം എന്ന് പറയുന്നു. മുഖത്തൊരു ഈശ്വര ചൈതന്യം. കാരണവന്മാരൊക്കെ പോയി പെമ്പിള്ളേരെ കാണാൻ പോകും. ഇപ്പം നമ്മൾ വിടാറില്ല കാരണവന്മാർക്കൊരു റോളും ഇല്ല, അപ്പനും അമ്മയ്ക്കും റോളില്ല. പിന്നാട്ട് കാരണവന്മാർ, മറ്റേ കാരണവന്മാരൊക്കെ കണ്ടു. ഞാൻ ആ വീട്ടിൽ ചെന്ന് ആ കൊച്ചിനെ ഒന്ന് മിണ്ടി അവളെ ഒന്ന് കണ്ടു. പക്ഷേ മോനെ, കുഞ്ഞേ, ഒരു ഐശ്വര്യമുള്ള ദൈവാശ്രയമുള്ളൊരു കുഞ്ഞാ, അവളെ കെട്ടിക്കുന്നു എന്ന് പറയും. 2 കൈ നീട്ടി സന്തോഷത്തോടെ വാങ്ങിക്കാൻ ആമ്പിള്ളേരാകും. ഇപ്പം ഇതിനെ കൊണ്ടുപോകാൻ വിഷയമുണ്ടോ? നടക്കുകയില്ല. യൂത്തുകളൊന്നും കേൾക്കുകയില്ല. ഒരു കാലത്ത് വാസ്തവത്തിൽ കുഞ്ഞെ ദൈവാശ്രയത്തോടുകൂടി തക്ക സമയത്ത് കല്യാണം കഴിക്കാൻ വേണ്ടി പിള്ളേർ ഓടി നടക്കുമായിരുന്നു. ഇപ്പം പിള്ളേരുടെ പറയാം, മാതാപിതാക്കളെ നീ എങ്ങനെയും ആരെയും ഒന്ന് കെട്ടിയാട്ട്. പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഓർത്തഡോക്സുകാരനെ വേണമെന്ന് പറഞ്ഞു. കുറെ കൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഏതെങ്കിലും ക്രിസ്ത്യാനി മാമോദിസ വെള്ളം വേണമെന്ന് വേണ്ടേന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഏതെങ്കിലും മലയാളിയാണെങ്കിൽ ഒന്നും, അല്ലെങ്കിൽ ചത്ത് ആവുന്നതിന് മുമ്പ് വല്ലതും മിണ്ടണമെങ്കിൽ സംസാരിക്കാനെങ്കിലും കിട്ടുമല്ലോ, ഒരു മലയാളിയാണോ. ഇപ്പൊ പറയുന്നത് പുരുഷന് പുരുഷനാകാതെ ഒരു സ്ത്രീ ആയിരിക്കണമേ, സ്ത്രീക്ക് പുരുഷനും ആയിരിക്കണമേ. ആ കാരണം ലോകം മാറി. വിദേശ രാജ്യങ്ങളൊക്കെ ശുശ്രൂഷിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അമേരിക്കയിലും UK ഒക്കെ പോകാനും അവിടെ ശുശ്രൂഷിക്കാനും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇന്ന് അവിടത്തേക്ക് മാതാപിതാക്കൾ ചിന്തിക്കുന്ന അതാവാസത്തിൽ ആണിനും പെണ്ണിനും തുണയായിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത കെട്ടകാലത്താണ് ജീവിക്കുന്നത്. ഇവിടെയാണ് വാസ്തവത്തിൽ ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്കൊരു മടങ്ങി വരുക. ദൈവം തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് സങ്കല്പം അനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഈ പെരുന്നാളിൽ നമുക്ക് അനുഗ്രഹത്തോടെ ആയിത്തീരേണ്ടത് ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി ഉള്ള ഉടയവനെ അറിയുന്നത് മറ്റാർക്കും നമുക്കറിയില്ല. ആന്തരിക വിശുദ്ധിയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഉള്ളിനെ തൂക്കി നോക്കുന്നവനാണ്. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നു, എബ്രായ ഭാഷയിൽ ഒരു വാക്കാണ് അവിടെ പറയുന്നു, മേനെ മേനെ തെക്കേ ലുഫാർസിൻ. വാക്കിന്റെ അർത്ഥം 25 കഴിഞ്ഞ് താഴോട്ട് വായിക്കുന്നുണ്ട്. എന്താ? യഹോവയായ ദൈവം തുലാസിന്റെ തട്ടിൽ നിന്നെ തൂക്കി നോക്കി. വായിച്ചോട്ട്, യഹോവയായ ദൈവം വായിച്ചു. ദൈവം നിന്റെ രാജത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തേക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായിട്ട് കണ്ടു. നിറവുള്ളവനല്ല, കുറവുള്ളവനെ. ഈ പെരുന്നാളിന്റെ സമാപന സന്ധിയിൽ എബിയച്ചൻ ഇവിടെ ഒരു തട്ടും ത്രാശും കൊണ്ടുവയ്ക്കുക. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ മെഷീനല്ലേ, ഡിജിറ്റൽ അല്ലേ, എല്ലാം കൊണ്ടുവയ്ക്കുക. ശരീരത്തിന്റെ ഭാരം തൂക്കിയാൽ ഒരു കുഴപ്പമില്ല. ഓരോ ദിവസവും രാവിലെ വൈകിട്ടും തൂക്കിയാലും വ്യത്യാസം വരും, ഇല്ലേ? ഇത് തൂക്കിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ എല്ലാം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ശരീരത്തിനൊക്കെ ഭാരം കൂടുന്നുണ്ട്. വാസ്തവത്തിൽ ഇവിടെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാരം നമ്മെ തുലാസിന്റെ തട്ടിൽ തമ്പുരാൻ തൂക്കി നോക്കിയാൽ നിറവുള്ളവനായി കാണപ്പെടുവോ, കുറവുള്ളവനായി കാണപ്പെടുവോ? നമ്മുടെ ഉള്ളിലാ തമ്പുരാൻ നോക്കുന്ന, ഉള്ളിലാ. വാസ്തവത്തിൽ തമ്പുരാൻ നോക്കുന്ന ഹൃദയത്തിലാ. തന്റെ സന്നിധിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു വലിയ ഷോയൊക്കെ കാണിച്ചു. വാസ്തവത്തിൽ അവൻ തമ്പുരാന്റെ മുമ്പിൽ കാൽക്കൽ വീണിഞ്ഞു. നല്ലവനായ ഗുരു, ഞാൻ നിത്യജീവനെ അനുഭവിക്കാൻ എന്ത് ചെയ്യണം ചോദിച്ചു. നീ കൽപ്പന പ്രമാണിക്കുമോ? അതെല്ലാം ഞാൻ കൊച്ചിലേ തൊട്ട് ചെയ്യുന്നതാണ്. നീ വല്ലതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോൾ ഇതെല്ലാം അവൻ ചെയ്യുന്നതാണ്. യേശു എന്ത് ചെയ്തെന്ന് അവനോട് പറഞ്ഞത്? തോളെ തട്ടി, മോനെ മിടുക്കൻ, വെരി ഗുഡ്, ഫൈൻ എന്നാണോ പറഞ്ഞത്? അല്ല. അവിടെ വേദോസിൽ മർക്കോസ് ഭംഗിയായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്താ? യേശു അവനെ
സൂക്ഷിച്ചു നോക്കി. യേശു അവരെ സൂക്ഷിച്ചു നോക്കി. ഈ പെരുന്നാളിൽ 2 കണ്ണുകൾ സൂക്ഷിച്ചു നോക്കുക. എന്നെ നിങ്ങളെ, ശരീരത്തിന്റെ നിറമല്ല, നിന്റെ കുലത്തിന്റെ മഹിമയല്ല, നിന്റെ ധനത്തിന്റെ ശ്രേഷ്ഠതയല്ല, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയല്ല, നീ പള്ളിക്ക് എന്ത് കൊടുത്തു എന്നല്ല തമ്പുരാൻ നോക്കുന്നത്, നിന്റെ ഉള്ളിലേക്കാ. യേശു സൂക്ഷിച്ചു നോക്കുന്ന ഉള്ളിലേക്കാ. ഉള്ളിലേക്ക് നോക്കിയിട്ട് തമ്പുരാൻ അവനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? കുഞ്ഞെ നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കൊരു കുറവുണ്ട്. എന്നോടും നിങ്ങളോടും 1000 കുറവുള്ളവരല്ലേ ഞാനും എന്നെ നിങ്ങളെയൊക്കെ തമ്പുരാൻ നോക്കി 1000 കുറവുള്ളവരല്ലേ? ഒന്ന് ശാന്തമായിട്ട് ഈ പെരുന്നാളിൽ നാം ചിന്തിക്കേണ്ടതാ. ദൈവമേ, എന്തെങ്കിലും കുറവുണ്ടോ? എന്നിൽ എന്തെങ്കിലും കുറവുണ്ടോ? നീ എന്നെ നോക്കിയാൽ ഒരുപക്ഷെ നിന്റെ പങ്കാളിയെ നിനക്ക് കളിപ്പിക്കാം, നിന്റെ കുഞ്ഞുങ്ങളെ നിനക്ക് കളിപ്പിക്കാം, നിന്റെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾക്ക് കളിപ്പിക്കാം. എന്തോരം കളിപ്പിക്കുന്നുണ്ട് ഇല്ലേ? വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം ഇല്ലേ നമുക്ക് കളിപ്പിക്കാം. പക്ഷെ കളിപ്പിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്. ആരാ? എൻ്റെ യേശു. എൻ്റെ ദൈവം നോക്കുക. ചിന്തിക്കണം. നമ്മുടെ ഉള്ളിലേക്കാണ് തമ്പുരാൻ നോക്കുന്നത്. ഒരിക്കലും ദൈവത്തെ കളിപ്പിക്കാനായിട്ട് ഇടയാവരുത്. സത്യസന്ധമായിട്ട് മാത്രമേ ജീവിക്കാവുള്ളൂ. ദൈവികമല്ലാതെ ജീവിക്കാനായിട്ട് ഇടയാവരുത്. അതുകൊണ്ട് ഉള്ളിൻ്റെ സൗന്ദര്യം അത് നോക്കുന്നത്. ഉടയവൻ ഉള്ളിലേക്കാണ് നോക്കുന്നത്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ വിശുദ്ധിയുള്ളവരായിട്ട് നമുക്ക് തീരാൻ സാധിക്കുമോ? ദേവാലയത്തിന്റെ അകത്തളത്തിൽ യേശു നമ്മൾ അടിക്കുമ്പോൾ ചെറുപ്പക്കാരൻ കയറി വരുന്നുണ്ട്. ഈ ചെറുപ്പക്കാരനെ യേശു കണ്ടിട്ടേ ഇല്ല. വാസ്തവത്തിൽ കണ്ടു കഴിഞ്ഞ മാത്രയിൽ അവനെ കുറിച്ച് പറയുന്നു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവരിൽ കപടമില്ല. ആരെ കുറിച്ച് പറഞ്ഞതാ? നഥാനിയേലിനെ കുറിച്ച് പറഞ്ഞു. നഥാനിയേലിനെ കുറിച്ച്, ഇവനെ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവരിൽ കപടമില്ല. നമ്മളെ നിങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മലയപ്പള്ളിയിലെ ആളുകളെയാണ് തമ്പുരാൻ മുമ്പിൽ കാണുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മളെ കുറിച്ച് പറയുക? പൂരിപ്പിച്ചോളൂ അവരൊരു തന്നെ. ശാന്തമായിട്ട് ചിന്തിപ്പാൻ അക്കൗണ്ടിലൂടെയാണ് ഇല്ലേ? നസ്രാണി വസ്ത്രത്തിൽ നസ്രാണി തൊട്ടാൽ വിശുദ്ധമാണെന്നാണ് പറയുന്നത്. പണ്ട് ക്ഷേത്രങ്ങളിലെയൊക്കെ എണ്ണ നസ്രാണിയെ കൊണ്ട് തൊടിയിച്ചു പോകും. ഞങ്ങളുടെ അവിടെ ഒരു കെട്ടുകാഴ്ചയുണ്ട് ക്ഷേത്രത്തിൽ. വലിയ കെട്ടുകാഴ്ചയുണ്ട്. ആ കെട്ടുകാഴ്ചയ്ക്ക് തേരെടുക്കണമെങ്കിൽ ഒരു നസ്രാണി ചെന്ന് അതിൻ്റെ തട്ടത്തെ തൊടണം, എന്തെങ്കിലും എടുക്കുകയുള്ളൂ. കാരണം അവർക്ക് ബോധ്യം നസ്രാണി തൊട്ടാൽ ശുദ്ധമാകും. ഇന്ന് നസ്രാണിയെ തൊടിയിച്ചാൽ ഉള്ള ശുദ്ധിയും കൂടെ പോകുമെന്ന് പറയൂല്ലേ? ഞാനും നിങ്ങൾ ശാശ്വതിക്കണം. ആര് കളഞ്ഞു കുളിച്ചു? നമ്മുടെ സമൂഹത്തിൽ നമുക്കുണ്ടായിരുന്ന നിലയും വിലയും ഒക്കെ ആര് കളഞ്ഞു കുളിച്ചു? ഈ പെരുന്നാളിൽ ശാന്തമായിട്ട് തിരിഞ്ഞു നോക്കണം. ഒരു ആന്തരിക വിശുദ്ധിയിലേക്ക് സവിശേഷകരമായ കാര്യം അതാ. ഒരു ആന്തരിക വിശുദ്ധിയിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവിശുദ്ധിയുടെ ഉടമകളായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് പിതാക്കന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. അമ്മയുടെ പ്രത്യേകത ഏതായിരുന്നു? വാസ്തവത്തിൽ അമ്മയുടെ പ്രത്യേകത അതാ. അമ്മയെ നമ്മൾ കാണുന്നതാ. ആന്തരിക വിശുദ്ധിയുടെ വിളനിലമായിരുന്നു അമ്മയെ ഉപമിക്കുന്നത് പോലും എന്തിനോടാണെന്നറിയാം? പെട്ടകത്തോടാണ് ഉപയോഗിക്കുന്നത്. എന്താ പെട്ടകത്തോട് ഉപയോഗിക്കുന്ന കാര്യം? പെട്ടകം പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കതിരമരം കൊണ്ടൊരു പെട്ടകം പണിയണം. 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, 25-ന്റെ 8. പുറപ്പാട് പുസ്തകം 25-ന്റെ 8 പറയുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? കതിരമരം കൊണ്ട് തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ ഉണ്ടാക്കണം. ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും. സൗകര്യമായിട്ട് വായിച്ചു. ആ ഭാഗത്താ പറയുന്നത്. എന്നിട്ട് പറയുക 2.5 മുഴം നീളം, 1.5 മുഴം വീതി, 1.5 മുഴം ഉയരം, അകവും പുറവും എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? തങ്കം കൊണ്ട് പൊതിയണം. അകവും പുറവും തങ്കം കൊണ്ട് പൊതിയണം. നമ്മളൊക്കെയാണ് ഇപ്പോഴത്തെ ഞങ്ങളച്ഛന്മാരൊക്കെ പറയുന്നത്, അകത്താര് കാണാന്, പുറമേ ഉള്ളടം ഇല്ലേ? നമ്മളെല്ലാം പുറം നന്നാക്കുന്ന ആളുകൾ, പുറം പൂച്ചുള്ള ഒരാളുകളാണ് നമ്മളൊക്കെ. ഇവിടെ പറയാം അകവും പുറവും തങ്കം കൊണ്ട് പൊതിയണം. കാരണം ക്ലാവ് പിടിക്കാനിടയാവരുത്. ഒരു സത്യദൈവ പൈതലിന്റെ അകവും പുറവും ഒരുപോലെ ആയിരിക്കണം. നമ്മിൽ എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് ചങ്കിൽ കൈവച്ചുകൊണ്ട് എൻ്റെ അകവും പുറവും ഒരു വ്യത്യാസവും ഇല്ലെന്ന് പറയാൻ സാധിക്കുമോ? വിശുദ്ധിയോടെ ജീവിപ്പാൻ സാധിക്കുമോ? അമ്മയെ പെട്ടകത്തോട് ഉപമിക്കേണ്ട കാരണം അതാ. അമ്മയ്ക്ക് അകവും പുറവും ഒരുപോലെ, ഒരു വ്യത്യാസവുമില്ല. അകവും പുറവും ഒരുപോലെ വിശുദ്ധിയുടെ നിറകുടമായിരുന്ന അമ്മയെ നാം കാണുകയാണ്. നമുക്ക് ഈ അനുഗ്രഹീത പെരുന്നാളിലേക്ക് നാം കടന്നു വരുമ്പോൾ, സഹതായെ അനുസ്മരിച്ചുകൊണ്ടുള്ള പെരുന്നാളിലേക്ക് നാം കടന്നു വരുമ്പോൾ, വിശുദ്ധന്മാരുടെ പ്രത്യേകത അവരുടെ ആന്തരിക വിശുദ്ധിയാണ്. പരിമലത്തിനുമേൽ ശ്രേഷ്ഠത ആന്തരിക വിശുദ്ധി ഉണ്ടാകും. അമ്മ തമ്പുരാന് ജന്മം കൊടുക്കുവാൻ ഇടയായത് അമ്മയുടെ സൗന്ദര്യത്തിന്റെ പ്രത്യേകത കൊണ്ടോ അമ്മയുടെ കുലമഹിമത്വം കൊണ്ടോ ഒന്നുമല്ല. എന്താ പിന്നെ? അമ്മയുടെ വിശുദ്ധിയും വിനയവുമാണ്. അതുകൊണ്ട് ആന്തരിക വിശുദ്ധി നമ്മുടെ ഉള്ളിലേക്ക് നോക്കി അനുഗ്രഹത്തോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കുമോ? ഈ ശാന്തമായി ഒന്നാമത്തെ ചിന്ത ഞാൻ വിരാമം വിടുക. അവിടെ നമുക്കുള്ളിലേക്ക് നോക്കി ആന്തരിക വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ?
നമുക്കുള്ളിലേക്ക് കടക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് പലപ്പോഴും തിന്മ വരുന്നത്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അകത്തോട്ട് ചെല്ലുന്നതല്ല, അകത്തുനിന്ന് വരുന്നതാണ് നമ്മളിൽ പാപം വർദ്ധിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ വളരെ സുന്ദരമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ അകത്തോട്ട് വരുന്നതല്ല, വെളിയിലേക്ക് വരുന്ന, അകത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് നമ്മെ അശുദ്ധമാക്കുന്നത്. 21-ാം വാക്യത്തിൽ പറഞ്ഞു, എടുത്തോ മർക്കോസ്, അതില്ലയോ അതിനകത്ത്? 7:21. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നും തന്നെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. എന്തൊക്കെയാണെന്നാ പറയുന്നത്? ഒന്ന്, വ്യഭിചാരം, ദുശ്ചിന്ത, വ്യഭിചാരം, നിർത്തി പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. എന്നിവ എവിടുന്ന് വരുന്നെന്നാ പറഞ്ഞത്? അകത്തൂന്ന്. ഇതൊന്നും വെളിയെന്നല്ല. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞത്, നീ ദുഷ്ടചിന്തയുള്ളിൽ വെച്ചുകൊണ്ട് ഒരു സ്ത്രീയെ നോക്കിയാൽ വ്യഭിചാരത്തിന് തുല്യമാണ്. നീ നിന്റെ സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ കൊലപാതകത്തിന് തുല്യമാണ്. ഇതൊക്കെ തമ്പുരാൻ പറയാൻ കാരണം എന്താ? ഉള്ളിൽ നിന്നാണ് ഈ തിന്മ, ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് ഉള്ളു ശുദ്ധമാകണമെന്ന് പറയും. ഉള്ളു ശുദ്ധമാകണം. ശുഭചിന്തകളാൽ ഹൃദയം നിറയുവാൻ തക്കവണ്ണം ഇടയാവണം. ഫിലോക്കാലിയ ഗ്രന്ഥങ്ങളിൽ പിതാക്കന്മാർ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട്. സത്യം മറ്റൊന്നുമല്ല, നമുക്ക് നിരന്തരമായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കണം. അതിനൊരു പ്രത്യേക പ്രാർത്ഥന അവർ പഠിപ്പിക്കുന്നുണ്ട്. എന്താ ആ പ്രാർത്ഥന അറിയാം? തീർത്ഥാടനത്തിൽ പഠിപ്പിക്കുന്ന പ്രാർത്ഥന എന്തെന്നറിയാം? യേശുവേ ദൈവപുത്ര മഹാഭാവിയെ എന്നോട് കരുണ തോന്നണം. യേശുവേ ദൈവപുത്ര മഹാഭാവിയെ എന്നോട് കരുണ തോന്നണം. നിരന്തരമായി നമ്മുടെ നാവിൽ നിന്ന് ഉച്ചരിക്കാൻ സാധിക്കുക. വഴിയാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഓർക്കണം, സ്കൂളിലൊക്കെ പോകുമ്പോൾ വേണ്ടാത്ത ചിന്ത ഉള്ളിലേക്ക് കടന്നു വരാൻ വേലി കെട്ടുന്നത് ഇതുകൊണ്ടാണ്. വേലി കെട്ടുക. അവിടെ എപ്പോഴും നിരന്തരമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് നിരന്തരമായി പ്രാർത്ഥിക്കാൻ ജീസസ് പ്രയർ എന്നാണ് പറയുന്നത്. യേശുനാമ കീർത്തനം എന്ന് പറയുന്നത്. എന്താണത്? യേശുവേ ദാവീദ് പുത്ര എന്നല്ല, ദൈവപുത്ര മഹാഭാവിയെ എന്നോട് കരുണ തോന്നണമേ. യേശുവേ ദൈവപുത്ര മഹാഭാവിയെ എന്നോട് കരുണ തോന്നണം. പിതാക്കന്മാർ അങ്ങനെയാണ് ശരീരത്തെ ദണ്ഡിപ്പിച്ചത്, ശരീരത്തെ ശുദ്ധീകരിച്ചത്, ആന്തരിക വിശുദ്ധിയിലേക്ക് വളർന്നത്. വാസ്തവത്തിൽ ഇങ്ങനെയാണ്. ആദം പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെളിയിൽ തള്ളി വിട്ടു. നമ്മൾ കെംദായിലെ രാത്രി പ്രാർത്ഥിക്കുന്നു, സൂത്തറായി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലയോ? പാപം കൊണ്ടൊരു വേലി കിട്ടിയെന്നാണ് പറയുന്നത് വാസ്തവത്തിൽ. അപ്പം അവിടെ വിരയിൽ വിട്ടേച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വേലി കാണാം. ഈ വേലിക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ പേടിപ്പോവുക. തൽമൂദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ യഹൂദന്മാർക്ക് വേദപുസ്തകം പോലെ തന്നെ മതഗ്രന്ഥത്തിന് തത്തുല്യമായി കാണുന്നൊരു ഗ്രന്ഥമാണ് തൽമൂദ്. തൽമൂദിൽ പറയുക, അവരിന്ന് വെളിയിൽ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിന് സങ്കടമായി. അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അവരെ തല്ലി പുറത്താക്കിയിട്ട് അവർ വിചാരിച്ചു ഡാവിൽ മമ്മിയോ പപ്പയോ വഴക്കുണ്ടാക്കി കഴിഞ്ഞാലും പിറ്റേ വാതിൽ കുടിഞ്ഞ് കയറി വരും, ഇല്ലേ? എന്തെങ്കിലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് തിരിച്ചു വരും. ഇതിങ്ങനെ തിരിച്ചു വരാൻ നോക്കിയപ്പോഴത്തേക്ക് പറ്റത്തില്ല. ചുറ്റിനും വലിയ വേലി കിട്ടിയിരിക്കുന്നു. ഈ വേലി കണ്ട കഴിഞ്ഞപ്പോഴത്തേക്ക് പേടിയായിപ്പോയി. ആദമിന് വലിയ പേടിയായിപ്പോയി. ആദം ചോദിക്കുകയാണ്, എൻ്റെ പാപമാണോ ഈ വേലിക്ക് കാരണം? ഈ പെരുന്നാളിൽ ഞാനും നിങ്ങളും ചോദിക്കേണ്ട ചോദ്യമാണ്. എൻ്റെ ജീവിതത്തിന് ഇന്ന് കുടുംബത്തിൽ തടസ്സം, പള്ളിയിൽ തടസ്സം, ജോലിയിൽ തടസ്സം, കുടുംബജീവിതത്തിന് തടസ്സം, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ തടസ്സം, തൊടുന്നതും പിടിക്കുന്നതെല്ലാം തടസ്സം, വലിയ വേലിയ മുമ്പിൽ. എന്താ കാരണം? അതെൻ്റെ പാപമാണോ? ഒന്നുകൂടി ചോദിക്കാൻ സാധിക്കണം. ഈ ആന്തരിക വിശുദ്ധിയിലേക്ക് വളരാൻ മാർഗം അതാ. ഈ പെരുന്നാളിൽ ശാന്തമായി ഒരു സത്യകുംഭസാരത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ എന്നോട് ചോദിക്കണം, ദൈവമേ, ഇന്ന് എനിക്ക് ചുറ്റും വല്ലാണ്ട് വേലിക്കെട്ടുകൾ ഉയരുന്നത് എൻ്റെ പാപം കൊണ്ടാണോ? എൻ്റെ കുടുംബത്തിന് മുൻപോട്ടുള്ള ഒരു ഗുദ്ഗതിയില്ലാത്തത് എൻ്റെ പാപം കൊണ്ടാണോ? ഇത് ആത്മശോധനയും എൻ്റെ കൊണ്ടിടെയാണ്. ഇവിടെയാണ് വിശുദ്ധിയിലേക്ക് വളരുവാൻ ദൈവം തരുന്ന പദ്ധതി. അവിടെ രണ്ടാമതൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മനുഷ്യനന്ന് ദൈവത്തിന് അനുതാപം ഉണ്ടായിട്ട് ചെയ്തതെന്നറിയോ? ആ മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ കണ്ണുനീർ ഗ്രന്ഥിയില്ലായിരുന്നു. അവനെപ്പോഴും സന്തോഷിച്ച് ജീവിക്കണം, ഇതാ ദൈവം ആഗ്രഹിച്ചത്. പക്ഷേങ്കിൽ അവൻ പാപം ചെയ്ത് വെളിയിൽ പോയപ്പോൾ അവന് മടങ്ങി വരാനായിട്ട് ദൈവം കൊടുത്തൊരു വരമാണ് എന്ത്? കണ്ണുനീര്. കണ്ണുനീര് ദൈവം കൊടുത്തൊരു കണ്ണുനീര്. അവൻ കണ്ണുനീരോടെ ആത്മതമനത്തോടെ മടങ്ങി വരുമ്പോൾ ആ വേലി അവന് മാറ്റി കൊടുക്കുക. അനുഗ്രഹത്തോടെ പറുദീസയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ഒരുക്കുന്ന അനുഗ്രഹീതമായ ഒരു വരമാണ് കണ്ണുനീർ. അതുകൊണ്ടാണ് പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് ശീമാപ്പടി സന്ധ്യാ നമസ്കാരത്തിൽ ചൊവ്വാഴ്ച അനുഗ്രഹത്തോടെ നാം സൂത്താറായി ചെല്ലുമ്പോൾ അവിടെ പറയുന്നുണ്ട്, താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം, കണ്ണീരാലെ മോചനമാർജിച്ച് ആനന്ദിക്കൂ.
കണ്ണുനീരുകൊണ്ട് മടങ്ങി വരാൻ ഈ ആന്തരിക വിശുദ്ധിക്ക് നമുക്ക് അനിവാര്യമായിരിക്കുന്നതാണ് ദൈവ പ്രാർത്ഥന. അനുഗ്രഹത്തോടെ കണ്ണുനീരോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തക്കൊണ്ടിടയാകുക. അതുകൊണ്ട് കണ്ണുനീരോടെ, ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഉത്സവപ്പെടുക. എന്താ പറഞ്ഞത്? ആന്തരിക വിശുദ്ധിയാണ്, ഉള്ളിൻ്റെ വിശുദ്ധിയാണ്. ഉള്ളിൻ്റെ വിശുദ്ധിയാണ്. മുഖത്ത് തെളിയണം. നമ്മളെ മറ്റുള്ളവർ കാണുമ്പം ശരീരത്തിൻ്റെ സൗന്ദര്യവും നിറമോ ഒന്നുമല്ല, നിന്റെ കുലീനത്തോ വിദ്യാഭ്യാസമോ യോഗ്യതയൊന്നുമല്ല, അതിനപ്പുറം നിന്നെ കാണുമ്പോൾ, നിന്നോട് ഇടപെടുമ്പോൾ, നിന്റെ സംസാരം വരുമ്പോൾ എത്രയോ ഹൃദ്യത. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് അനാകായിരങ്ങൾ വന്ന് തൻ്റെ സൗന്ദര്യത്തിൻ്റെ വലിപ്പം കൊണ്ടതല്ല, തന്നോട് സംസാരിക്കുമ്പോൾ. അമ്മ ഇന്നും മധ്യസ്ഥയായിത്തീരുന്നത് അമ്മയോട് ഇടപെടുമ്പോൾ വല്ലാത്തൊരു മാനസിക സന്തോഷം. അത് ഉള്ളിൻ്റെ വിശുദ്ധി കൊണ്ടാണ്, ഉള്ളിൻ്റെ വിശുദ്ധി കൊണ്ടാണ്. സഹത ആ രാജ്യത്തിന് മുഴുവൻ വിമോചകനായിട്ട് തീരാൻ ഇടയായത് തൻ്റെ ഉള്ളിൻ്റെ വിശുദ്ധി കൊണ്ടുള്ള ഒരു ആത്മനിർവൃതിയാണ്. നമുക്കും ഉള്ളിൻ്റെ വിശുദ്ധിയിലേക്ക് വളരാൻ സാധിക്കണം. ഞാൻ ആ ഭാഗം വിടുകയാണ്. രണ്ടാമത് വീണ്ടും താഴേക്ക് നാം വായിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തേത്, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെ വായിച്ച് നിർത്തിയിടത്ത് 2-ാം വാക്യത്തിന് മുഖം ശോഭിച്ചു എന്ന് കഴിഞ്ഞിട്ട് പിന്നീട് പറയുകയാണ്, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മതി മതി മതി. അവന്റെ വസ്ത്രം വെളിച്ചം പോലെയായി. ഞാൻ ആ വസ്ത്രത്തെ ഉപമിക്കാനായിട്ട് ശ്രമിക്കുന്നത് ശരീരത്തിൻ്റെ വിശുദ്ധിയോടാണ്. ആന്തരിക വിശുദ്ധിയാണ് ആദ്യമെങ്കിൽ രണ്ടാമത് അനിവാര്യമായിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധിയാണ്. ഈ ശരീരം ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 139:13 പറയുന്നത്. എന്താ പറയുന്നത്? അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞവൻ. ഓലയൊക്കെ മെടഞ്ഞ് നമുക്കറിയാം അല്ലേ? ഇവിടെ പറയാം അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞവൻ ദൈവമാണ്. എന്നെ അമ്മയുടെ ഉദരത്തിൽ മെടഞ്ഞവൻ ദൈവമാണ്. സങ്കീർത്തനക്കാരൻ 128 പറയുന്നുണ്ട്, മക്കൾ യഹോവ തരുന്ന അവകാശമാണ്, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാണ്. അപ്പൊ ഉദരത്തിൽ മെടഞ്ഞവൻ ആരാ? ദൈവമാണ്. ഉദരത്തിൽ മെടഞ്ഞവൻ ദൈവമാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ പറയാറുള്ളത്, ഒരിക്കലും സ്ത്രീകളോട് പ്രത്യേകം ഓർക്കണം, ഭ്രൂണഹത്യ പാപമാണെന്ന്. കാരണം ഉദരത്തിൽ മെടഞ്ഞവൻ ആരാ? എൻ്റെ ദൈവമാണ്. അങ്ങനെ മെടഞ്ഞവൻ ദൈവമാണെങ്കിൽ അതിനെ നശിപ്പിക്കുന്നത് അപരാധമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മേൽ കൈവയ്ക്കുന്ന അപരാധമാണ്. അജ്ഞതയുടെ കാലത്ത് ആർക്കെങ്കിലും അബദ്ധം പടഞ്ഞിട്ടുണ്ടെങ്കിൽ അനുതാപത്തോടെ, കണ്ണുനീരോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടിവിളിച്ച് അഭയാചന നടത്തണം. അനുതാപത്തോടെ വരാൻ സാധിക്കണം. പ്രായശ്ചിത്തം ചെയ്യണം. പ്രത്യേകിച്ച് പറയുന്നതാ ഭ്രൂണഹത്യ പാപമാണെന്ന് പഠിപ്പിക്കുന്നതാ, കൊലപാതകം പാപമാണെന്ന് പഠിപ്പിക്കുന്നതാ. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മേൽ കൈവെക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. വാസ്തവത്തിൽ ഇത് തിരിച്ചറിയാൻ കൊണ്ടിടെയാണ്. സ്വയം ജീവൻ എടുക്കുന്നതും അപരൻ്റെ ജീവൻ എടുക്കുന്നതും പാപമാണെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ കാരണം അതാ. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഞാൻ നിങ്ങൾ. ഉദരത്തിൽ മെടഞ്ഞവൻ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ നിർമ്മിതിയാണ് എൻ്റെ ശരീരം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുവാൻ കൊണ്ടിടെയാണ് ഇവിടെ പറയുക. അപ്പം ഈ ശരീരം വിശുദ്ധം. അതുകൊണ്ട് പിതാക്കന്മാരെ അത് നന്നായിട്ട് ഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 56 കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ദേവാലയത്തിൻ്റെ നടുത്തരത്തിലേക്ക് വരിക. എന്തിനു വേണ്ടിയാണ് വരുന്നത്? ഈ കുഞ്ഞിനെ മാമോദീസ മുക്കാനായിട്ടാണ്. ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ പൈതലാണ്. അതുകൊണ്ട് പൈശാചികമായ ഒന്നും അവനെ അടുക്കാൻ ഇടയാവരുത്. ഇടം കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട് വല്യമ്മ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? സാത്താനെ ഞാൻ ഇപ്പൊ സംശയമാണ്. അന്ന് ഏതാ ഉപേക്ഷിച്ചെന്നുള്ള ഇപ്പോഴത്തെ വിഷയമല്ലേ? അന്ന് ഏതാ ഉപേക്ഷിച്ചെന്നുള്ള ഇപ്പോഴത്തെ പോക്കും കാണുമ്പോൾ അന്ന് ഉപേക്ഷിച്ചത് യേശുവിനെയാണോ സാത്താനെയാണോന്ന് സംശയം. സാത്താനെ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ വല്യപ്പച്ചൻ പറഞ്ഞത്. വല്യപ്പച്ചൻ പറഞ്ഞൊരു കാര്യമാണ്. സാത്താനെ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. അതിനുശേഷം അച്ഛൻ കൈവെള്ളയിലോട്ട് ധന്വന്തരി കുഴമ്പെടുത്തിട്ട് ആണോ? അല്ല, പിന്നെന്തായിരുന്നു? എന്തായാലും പറയുന്നത്? അരിഷ്ടമായിരുന്നു. ആ തൈലത്തിന് എന്താ പറയുന്നത്? വെറും മൂറോൻ എന്നൊക്കെ പറയാം. വിശുദ്ധ മൂറോൻ, ഹോളി ക്രിസം, വിശുദ്ധ മൂറോനെ കൊണ്ട് കയ്യിലെടുത്തു. നെറ്റിക്ക് 3 പ്രാവശ്യം കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിൻ്റെ അടയാളവും വിശുദ്ധാത്മ നൽവരത്തിൻ്റെ പൂർത്തീകരണവും കൊണ്ട് മത്തായി അല്ലെങ്കിൽ മറിയ മുദ്രകുത്തപ്പെടുന്നു. തിരുനെറ്റിക്ക് 3 പ്രാവശ്യം, കണ്ണിൽ, ചെവിയിൽ, മൂക്കിൽ, പഞ്ചേന്ദ്രിയങ്ങളൊക്കെ മുദ്രയിടുക. ശരീരമാസകലം അഭിഷേകം ചെയ്യുക. എന്നിട്ട് പറയുക, ഇതാരാണെന്നാ പറയുന്നത്? ഇത് ദൈവത്തിൻ്റെ പൈതലെന്നല്ല പറയുന്നത്. പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ബലിപീഠം കൂദാശ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ കൂദാശ ചെയ്തു. ഈ ശരീരം വിശുദ്ധമാണ്. ഇത് നമ്മൾ ഓർക്കണം.
ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്ന ശരീരമായത്. ഇതിനകത്തൊരു മ്ലേച്ഛത വരാനിടയാവരുത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നു, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ആര് നശിപ്പിക്കും? ദൈവം നശിപ്പിക്കും. മദ്യാസക്തി കൊണ്ട്, വേശ്യാദോഷം കൊണ്ട്, മ്ലേച്ഛത കൊണ്ട് ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ വല്ലാത്ത മൂല്യച്യുതിയോ സംഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളതാണ്. സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നൊരു അധ്യാപകനാണ്. പല കുഞ്ഞുങ്ങളുടെ ഇടപെടലുകൾ അറിയാം. ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഞാനൊരു വിവാഹിതനാണ്. നമുക്ക് എത്ര ആത്മധൈര്യമാണെന്നറിയോ? ശരീരത്തിൻ്റെ വിശുദ്ധിയും നിർമ്മലതയും സംരക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ കിട്ടുന്നൊരു ആത്മധൈര്യമുണ്ട്. ആ ധൈര്യമാണ് നമ്മുടെ മുഖത്ത് പ്രകടമാകുന്നത്. ആരുടെ മുമ്പിൽ തല ഉനിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുന്ന അവിടെയാണ്. ഈ വിശുദ്ധി പറ്റുമോ? അതുകൊണ്ട് രണ്ടും തെറ്റാണെന്ന് പറഞ്ഞത്. PMS EMS. എന്താ PMS? പ്രീ മാരിറ്റൽ സെക്സും എക്സ്ട്രാ മാരിറ്റൽ വിവാഹ ഇതര ബന്ധങ്ങളും വിവാഹപൂർവ്വ ബന്ധങ്ങളും അപരാധമാണ്, തെറ്റാണ്, പാപമാണെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ കാരണം അതാ. ഇത് ദൈവത്തിൻ്റെ ശരീരമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തിൻ്റെ മ്ലേച്ഛതയുടെ പര്യായമാക്കി തീർക്കാനായിട്ട് ഇടയാവരുത്. ഒരു സ്പർശനം പോലും ദൈവഹിതമല്ലാത്തത് ഈ ശരീരത്തിൽ. അതുകൊണ്ടാണ് യൗവനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടറിപ്പോകാതിരിക്കാനാണ് ദൈവം ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട് തക്കതായ തുണയെ തരപ്പെടുത്തി കുടുംബജീവിതത്തിൻ്റെ ഊഷ്മളതയിൽ സന്തോഷത്തോടെ പങ്കിട്ട് ജീവിക്കുവാൻ, പങ്കാളിയോടൊപ്പം പങ്കിട്ട് ജീവിക്കുവാൻ. അതുകൊണ്ട് പങ്കാളി എന്നുള്ള വാക്ക് എല്ലാം പങ്കിടുന്ന അനുഭവം. അത് കുടുംബജീവിതത്തിൻ്റെ പവിത്രതയിൽ മാത്രമാകണമെന്ന് പിതാക്കന്മാർ നിഷ്കർഷിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. ശരീരത്തിൻ്റെ വിശുദ്ധിയും നിർമ്മലതയും സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ദൈവത്തിൻ്റെ വരദാനമാണെന്നുള്ള തോന്നലുണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനല്ല, ഇതെൻ്റെ ശരീരമാണ്, ഞാൻ എന്നെ തന്നെ ദണ്ഡിപ്പിക്കുകയും നശിപ്പിക്കുകയും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ചൊല്ലി അപരാധമാണ്. ഇത് ചിന്തിപ്പാൻ്റെ അക്കൗണ്ട് എവിടെയാണ്? ഇന്ന് പത്രം കണ്ട് കണ്ണുനീരൊഴുക്കാത്ത ആരാ ഉള്ളത്? വാസ്തവത്തിൽ 2 ദമ്പതികൾ. ആരാ? സൂരജും ബിൻസിയും. വായിച്ചില്ലയോ? പത്രം വായിച്ചില്ലയോ? കുവൈറ്റിൽ എന്തായിരുന്നു കുറവ്? സൗന്ദര്യത്തിന് വല്ല കുറവുണ്ടോ? 2 നല്ല രാജാവിൻ്റെ രാജ്ഞിയുടെയും കൂടിയിരിക്കും ഇല്ലേ? മാസം 5 ലക്ഷം രൂപ സാലറി. അവർക്ക് 3 ലക്ഷം രൂപ ഉണ്ട്, അവന് 2 ലക്ഷം രൂപ ഉണ്ട്. വാസത്തിൽ എന്തൊരു കുറവാണ്! ഒന്നിൻ്റെയും കുറവില്ല. പെണ്ണിനും ആണും പെണ്ണിന് പെണ്ണും 2 ഓമനത്തുള്ള കുഞ്ഞുങ്ങൾ. കൊച്ചിനെ 1-ാം ക്ലാസ്സിൽ ചേർക്കണം, വലിയ കൊച്ചു 3-ാം ക്ലാസ്സാണ്. ഈ 5 ലക്ഷം പോരാ, കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി ഓസ്ട്രേലിയക്ക് പോകാൻ വിസ മുഴുവനെല്ലാം ശരിയാക്കി വെച്ചിരിക്കുക. 2 പേരോട് 1 പറഞ്ഞു, 2 പറഞ്ഞു, തമ്മിത്തല്ല് കഴിഞ്ഞപ്പോഴത്തേക്ക് ആയുധം എടുത്ത് 2 പേരും കത്തിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തി. അവസാനം ആരും അറിഞ്ഞില്ല, 2 രക്തം വാർന്ന് കുവൈറ്റിൽ അവരുടെ ഫ്ലാറ്റിനകത്ത് ചത്തു കിടന്നു. കുഞ്ഞുങ്ങളെ 2 ആഴ്ചയ്ക്ക് മുമ്പ് അവർ ഇവിടെ നാട്ടിൽ കൊണ്ടാക്കി തിരിച്ചു പോയത് അവിടെ എല്ലാം വൈൻഡപ്പ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ ശരീരത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ശരീരത്തിൻ്റെ വില മനുഷ്യൻ മതിക്കാതെ, ശരീരത്തിൻ്റെ നന്മ മനസ്സിലാക്കുക, ദൈവദാനമാണെന്നുള്ള തിരിച്ചറിവില്ലാതെ സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്തു വല്ലാത്തൊരു കെട്ടകാലത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. എത്ര വിലപിടിപ്പുള്ളതാണ് ഈ ശരീരം എന്നറിയാമോ? ഈ ശരീരത്തിന് വിലയുണ്ടെന്ന് വല്ലതും അറിയാമോ? വലിയ വിലപിടിപ്പുള്ള സാധനമാണ് ഇത്. അത് ആശുപത്രിയിലുള്ളത് കയറി ഇറങ്ങണം. ആശുപത്രിയിലൊന്ന് കയറി. എനിക്ക് എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. എൻ്റെ സ്നേഹിതൻ്റെ ഫോണിൽ വിളിച്ചു. പക്ഷേ അനിയന് ഒരു വല്ലാത്ത പ്രശ്നം. അവൻ ഗൾഫിലാണ്. അവൻ അവിടെ പരിശോധിച്ചപ്പോഴത്തേക്ക്, സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഒരു പ്രശ്നം. ഞാൻ നാട്ടിലേക്ക് വിടുക, ഇവിടുന്ന് ചികിത്സ ഒന്നും മോശമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചിയിലേക്ക് എയർപോർട്ടിൽ വന്നിട്ട് നമുക്ക് നല്ല ഹോസ്പിറ്റലുകൾ, നല്ല ഡോക്ടേഴ്സും ഉണ്ട്, നല്ല ഒരു ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിക്കാം. വളരെ പരിചയമുള്ള ഒരു മാത്യു ഫിലിപ്പ് എന്ന് പറഞ്ഞ ലിസി ഹോസ്പിറ്റലിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചുകൊണ്ട് പരിശോധന നടത്തിയപ്പോഴാണ് പറഞ്ഞത്, ലിവറിൻ്റെ പ്രശ്നം വെച്ചാൽ ലിവർ പോയിരിക്കുക, ഒന്നും ചെയ്യാനൊക്കെ പറ്റുന്നില്ല. ലിവർ സിറോസിസ് ആണ്. മദ്യപാനം കൊണ്ടുണ്ടാകുന്നത് മുഖ്യമായിട്ട്. മദ്യപാനം ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പോഴുണ്ടാകാറുണ്ട്. പക്ഷേങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം കയ്യിലിരിപ്പുണ്ടാ മദ്യപാനമാണ്. വളരെ വല്ലാതെ മദ്യവെച്ചിട്ടാണ് ഇങ്ങനെ. പക്ഷെ അവൻ നിവൃത്തിയില്ല. ഇത് മാറ്റിവെക്കാനുള്ള വഴി എന്താ? അതന്വേഷിക്കാം നമുക്ക്. അതിനന്വേഷിച്ചു. രൂപ 10-50 ലക്ഷം രൂപ ആകും. ഇതേലൊരു സാധനം തമ്പുരാൻ ഒരു പൈസയും വാങ്ങിക്കാതെ ആവശ്യത്തിന് ആർക്കെങ്കിലും ഒക്കെ പങ്കിടണമെങ്കിൽ ഇതേ ഇല്ലേ? നീ എൻ്റെ കരളാന്നൊക്കെ പണ്ട് പറയുന്നതിന് ഇത്രയും വിലപിടിപ്പുണ്ടായിട്ടുണ്ടാ ഇല്ലേ? പലപ്പോഴും ഒക്കെ പണ്ടൊക്കെ പറയുന്നൊരു വാക്കായിരുന്നു ഇത്. ഇപ്പം പിള്ളേർക്ക് അതൊന്നുമില്ല. അതിനെക്കാട്ടിലൊക്കെ മോഡേൺ അഡ്വാൻസ്ഡ് വാക്കുകളൊക്കെ അവർക്കുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കരളിൻ്റെ ഒരു അറ്റം മാറ്റിവെക്കാൻ രൂപ എത്രയാണ്? 50 ലക്ഷം രൂപ. വൃക്ക മാറ്റിവെക്കാൻ എത്രയെന്നറിയോ? അതും 10-40 ലക്ഷം രൂപയാണ്. ആ ജീവകാലം മുഴുവൻ മരുന്ന്, വൈസ് ലോൺ എന്ന് പറയുന്ന വലിയ കാശുള്ള മരുന്ന് കഴിക്കണം. എങ്കിലേ തമ്പുരാൻ എത്ര എണ്ണം തന്നിട്ടുണ്ടെന്നറിയോ? ഒരു സ്പെയർ പാർട്ട് പോലെ ഒന്നുകൂടെ തന്നാണ് വിട്ടത്. ഒരു കിഡ്നി ഉണ്ടെങ്കിലും ജീവിക്കാം. പക്ഷെ 2 എണ്ണം തന്നിട്ടാണ് തമ്പുരാൻ വിട്ടിരിക്കുന്നത്. അത്യാവശ്യം വന്നാൽ ആർക്കെങ്കിലും ഒരു വായ്പ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞങ്ങളുടെ 2 അച്ഛന്മാർ അവരുടെ കിഡ്നി 2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മർക്കോസ് എന്ന് പറയുന്ന ഗായകൻ കിഡ്നി മാറ്റി വെച്ച ആളാണ്. നമ്മുടെ ഒരു അച്ഛനാണ് കൊടുത്തത്. ധരണത്തുള്ളൊരു അച്ഛനാണ് കൊടുത്തത്.
അപ്പോൾ കിഡ്നി കൊടുക്കാനായിട്ട് വരും. ഞാൻ പറഞ്ഞത് 50 ലക്ഷം രൂപ. ഇനി ഈ ശരീരത്തെ വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തരും, വെള്ള പേപ്പർ എടുക്കണം. തലമുടി എന്താ, മുഖം എന്താ വാടിയിരിക്കുന്നത്, തല മുടി പൊഴിഞ്ഞു പോയെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ വിഷയമൊന്നുമില്ല. ഗൾഫ് ഗേറ്റ്, വെൽ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ പേരുന്നത് 10, 2, 4, 5 ലക്ഷം രൂപ കൊടുത്താൽ നല്ല നാച്ചുറൽ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇല്ലേ. ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ തരാം. കാശുണ്ടെങ്കിൽ പോയി നല്ല മുടി വയ്ക്കാം. പിന്നെ ചിരിക്കുന്നുണ്ട്, എന്തിനാ വാപോത്തുന്നത്, പല്ലിൻ്റെ കുഴപ്പമാണോ, വിഷയമില്ല. ഇപ്പം അത് ഇംപ്ലാന്റ് ഉണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ടെക്നോളജി അനുസരിച്ച് ഇംപ്ലാന്റും പോയി. വാസ്തവത്തിൽ നാച്ചുറലായിട്ടുള്ളത് ഡെവലപ്പ് ചെയ്ത് ഒരിക്കലും മാറ്റുകയോ എടുക്കുകയോ ഒന്നും ചെയ്യേണ്ടാത്ത വിധത്തിലുള്ള പല്ല്, ലക്ഷക്കണക്കിന് രൂപ ചിലവ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, തലമുടി തൊട്ട് താഴോട്ട് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും എണ്ണിയാൽ എത്ര കോടി രൂപയുടെ സാധനമായത്, എത്ര കോടി രൂപയുടെ സാധനമായത്. ഇതെത്ര പേര് ചിന്തിക്കാറുണ്ട്? തമ്പുരാൻ വല്ലോ ഈട് വാങ്ങിച്ചിട്ടാണോ തന്നത്? മുത്തൂറ്റ് പോയി ചില കാശെടുക്കണമെങ്കിൽ അവൻ എന്തെല്ലാം വാങ്ങിക്കാറുണ്ട്? സ്വർണവും പണവും വാങ്ങിച്ചു വെക്കും, വീടിൻ്റെ പ്രമാണവും വാങ്ങിച്ചു വെച്ചിട്ട് തരത്തുള്ളൂ, പിന്നെ പലിശ കയറി മുടിയുകയും ചെയ്യും. തമ്പുരാൻ ഒരു പൈസയും നിന്റെ ഈട് വാങ്ങിച്ചിട്ടില്ല, ഒരു പ്രമാണവും നിന്റെ ഈട് വാങ്ങിച്ചിട്ടില്ല. നിന്നെ വിശ്വസ്തനെ നിന്നെ ഏൽപ്പിച്ചിരിക്കുക, നിന്നെ വിശ്വസ്തന നെണ്ടി നിന്നെ ഏൽപ്പിച്ചിരിക്കുക. നമുക്ക് എത്ര പേർക്ക് ബോധ്യമുണ്ട്? എന്നെ വിശ്വസ്തന നെണ്ടി എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ വിശുദ്ധി ഈ പെരുന്നാളിൽ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി ഇതാണ്. ഈ വിശുദ്ധി പാലിപ്പാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ കൊട്ടും പാട്ടും അല്ലെങ്കിൽ ലൈറ്റും മേളവും ഒക്കെ നടത്തിയിട്ട് കാര്യമില്ല. കുറെ കാശിൻ്റെ നഷ്ടവും പിന്നെ പൊതുയോധി വരുമ്പോൾ അതിൻ്റെ പേരിലൊരു വഴക്കും പൊല്ലാപ്പും, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ വേണ്ടത് വിശുദ്ധിയോടുകൂടി ദൈവത്തിൻ്റെ ഹിതമനുസരിക്കുന്ന അനുഗ്രഹീത പൈതങ്ങളായിട്ട് തീരാൻ, മക്കളായിട്ട് തീരാൻ. ഒന്ന് വേണ്ടത് ആന്തരിക വിശുദ്ധിയാണ്, രണ്ട് വേണ്ടത് ശരീരത്തിൻ്റെ വിശുദ്ധിയാണ്. ഇത് ദൈവം തന്ന മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ അനുഭവമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് ജീവിപ്പാൻ തക്കവണ്ണം സാധിക്കുക. എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പിരക്കാൻ തക്കവണ്ണം ഇടയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അനുഗ്രഹത്തോടെ റോമാലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മർത്യശരീരങ്ങളെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ. വായിച്ചു 1-2 12-ാം അധ്യായം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നമ്മുടെ നാടൻ ഭാഷ ദൈവത്തെ ഓർത്തിയാ നിങ്ങളോട് പറയുക. പൗലോസ് പറയുക, എന്താ പറയുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മളെ സമർപ്പിക്കാൻ ഈ പെരുന്നാളിൽ പ്രത്യേകിച്ച് ഗീവർഗീസ് സന്തോഷിക്കുന്ന, തമ്പുരാൻ സന്തോഷിക്കുന്ന, സ്വർഗം സന്തോഷിക്കുന്ന ഈ മലയപ്പള്ളിയിൽ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ജീവനും വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കുവാൻ ഈ പെരുന്നാളിലേക്ക് വരുമ്പോൾ വെള്ളയുടുത്തുകൊണ്ട് നടന്നിട്ടില്ല. വെള്ളയുടുത്തുകൊണ്ട് വെളിയിൽ കൂടെ നടക്കുമ്പോൾ നാട്ടുകാരോട് പറയുന്നത് ഞാൻ വിശുദ്ധനായിട്ട് തീർന്നിരിക്കുന്നത്. ഈ പെരുന്നാളിൽ വിശുദ്ധിയിലേക്ക് മടങ്ങുവാൻ ശരീരത്തിൻ്റെ വിശുദ്ധി, ആത്മാവിൻ്റെ വിശുദ്ധി, ആന്തരിക വിശുദ്ധി ഒക്കെ പ്രാപിപ്പാനായിട്ട് സാധിക്കുമോ? എന്തെങ്കിലും തെറ്റുകൾ, എന്തെങ്കിലും കുറ്റങ്ങൾ, എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സദൃശ്യവാക്യങ്ങൾ 28-13 പറയുന്നു ലംഘനം. അതേപോലെ പറയുന്ന 28-13 പറയുന്നുണ്ട്, നിന്റെ ലംഘനം മറച്ചു വെച്ചാൽ നിനക്ക് ശുഭം വരില്ല. ലംഘനം മറച്ചു വെച്ചാൽ നമ്മൾ പലപ്പോഴും അതാ കുമ്പസാരത്തിൽ ചെയ്യുന്ന ഒരു മഹാഭാവം, ഒന്ന് കുമ്പസാരിക്കുമ്പോൾ ഒരു പാപം കൂടെ കൂടുക. ലംഘനം മറച്ചു വെച്ചാൽ ശുഭം വരികയില്ല, അത് ഏറ്റു പറഞ്ഞുപേക്ഷിച്ചാലോ ദൈവത്തിന്റെ കരുണ ലഭിക്കും. ഈ കുമ്പസാരം പ്രത്യേകിച്ച് പൊതുയോധി ചേരുന്നതിന് മുമ്പല്ല കുമ്പസാരം, പെരുന്നാളിന് മുമ്പാണ്. പെരുന്നാളിന് മുമ്പ് ഒന്ന് കുമ്പസാരിക്കണം അനുഗ്രഹത്തോടെ. പെരുന്നാൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പ് ഒന്ന് മുട്ടുമുടക്കാൻ സാധിക്കണം. എന്തെങ്കിലും കുറ്റങ്ങൾ, തെറ്റുകൾ, കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പിരക്കാനുള്ള സന്ദർഭം. വിസ്താര ഭയത്താൽ പെട്ടെന്ന് നിർത്താം. ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിക്കോളാം. മൂന്നാമതൊരു കാര്യം കൂടെ, പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ചെന്നു, തമ്പുരാൻ പ്രാർത്ഥിച്ചു, മുഖഭാവം മാറി, ശരീരഭാവം മാറി. അപ്പോഴത്തേക്ക് വേറെ 2 പേര് അവിടേക്ക് വരിക. ആരൊക്കെ 2 പേര് വന്നതറിയാം? മോശി വേലിയോ. ആരൊക്കെ ഇപ്പം എത്ര പേരായി പോയത്? 4 പേരായിരുന്നു. യേശുവിൻ്റെ കൂടെ 3 പേര് പോയി. ഇപ്പം എത്ര പേരായി? 2 പേരെയും കൂടെ കാണുന്നു. അപ്പം എത്ര പേരായി? കാൽക്കുലേറ്റർ അടിച്ചില്ലെന്ന് ഇല്ലേ? 4 പേര് ചുമ്മാ കണക്കിന് മൊത്തം 6 പേര് പോയ. 4 പേരെ കൂടാതെ 6 പേര് എല്ലാവരോട് അപ്പുറത്ത് ഇവരുടെ നിൽക്കുക. അവർ അപ്പുറം ഇപ്പുറം നിൽക്കുക. എന്താ ചിന്തിക്കണം? വിശുദ്ധന്മാരെവിടെയാണ്? ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ വേദപുസ്തകം സാക്ഷിക്കുന്നതാണ്, മനോഹരമായി സാക്ഷിക്കുന്നതാണ്. ക്രിസ്തു പറഞ്ഞതാണ്. പർവ്വത മുകളിൽ ചെന്നപ്പോൾ ഏലിയാവ് നിൽക്കുന്നു, മോശ നിൽക്കുന്നു. ഏലിയാവും മോശയും
അപ്പുറവും ഇപ്പുറമായിട്ട് നിൽക്കുക. എത്ര സുന്ദരമായ സ്വർഗത്തിന്റെ പ്രതീകമായിട്ട് തിരിക. ജീവനുള്ളവർ, വാങ്ങിപ്പോയവർ, വിശുദ്ധന്മാർ, ക്രിസ്തു സാന്നിധ്യം, ദൈവ സാന്നിധ്യം. ഇതിനെന്താ നമ്മൾ പറയുന്നത്? സ്വർഗമെന്നല്ലാതെ പിന്നെന്താ പറയുന്നത്? സ്വർഗത്തിന്റെ ഒരു മിനിയേച്ചറായിട്ട് തീരുക. നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങൾ സ്വർഗത്തിന്റെ ഭാവങ്ങളായിട്ട് തീരണം. ദൈവ സാന്നിധ്യമുള്ള ഇടത്തേക്ക്, വിശുദ്ധന്മാരുടെ സാന്നിധ്യമുള്ള ഇടത്തേക്ക് ഗീവർഗീസയുടെ കുളമ്പടി നമുക്ക് കേൾക്കാം. അവൻ എഴുന്നള്ളി ഇവിടെ വരും. ജീവനുള്ളവരുടെ നടുവിൽ ആരാധിക്കുമ്പോൾ അവരിവിടെ കാണും. പക്ഷേങ്കിൽ നമുക്ക് ആ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഒരു സാക്ഷ്യ സ്ഥാനമുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാൻ്റെ കൊണ്ടിവിടെയാണ്. അവിടെ രണ്ടുപേരും നിൽക്കുക. നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസിനൊരു ആഗ്രഹം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി എങ്ങും പോകണ്ട. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്, ഇനി എങ്ങും പോകണ്ട. അതിനൊരു ഉപാധിയും ചെയ്തു. എന്താ ഉപാധി? ഞാൻ കുടിലുണ്ടാക്കാൻ പോവാ. എത്ര കുടിലുണ്ടാക്കാമെന്നാ പറഞ്ഞത്? 3 കുടിൽ. എന്നിട്ട് ആരോ പറഞ്ഞത്? ഒന്ന് ആ വല്യപ്പനും ഒന്ന് ഈ വല്യപ്പനും എന്നാണോ പറഞ്ഞത്? അല്ല, പത്രോസ് എങ്ങനെയാ പറഞ്ഞത്? കൃത്യമായിട്ട് 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. ദൈവശാസ്ത്രത്തിൽ ഒരു പ്രശ്നമായത് നമ്മുടെ പ്രയോറിറ്റി പലപ്പോഴും തെറ്റിപ്പോകുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മുടെ വിശ്വാസം തെറ്റിദ്ധരിക്കുന്നത്. നമ്മുടെ പ്രയോറിറ്റി പത്രോസ് കൃത്യമായിട്ട് പറഞ്ഞു. ഒന്ന് ആർക്കാണ്? ദൈവത്തിന് പ്രഥമ സ്ഥാനം. എല്ലാത്തിനും ദൈവത്തിന് പ്രഥമ സ്ഥാനം. പരിശുദ്ധ ഗീവർഗീസയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും മുഖ്യസ്ഥാനം ആർക്കാ? എൻ്റെ ദൈവത്തിനാണ്. ദൈവം കഴിഞ്ഞേ ഉള്ളൂ വിശുദ്ധന്മാർ. അവിടെ പറയാം നിനക്ക്, പിന്നാണ് മോശ, പിന്നാണ് ഏലിയാവ്. ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കാൻ സാധിക്കുമോ? ഇവിടെ പറയുക ഏലിയാവും മോശയും കണ്ടിട്ടുണ്ടോ? പത്രോസ് കണ്ടിട്ടില്ല വാസ്തവത്തിൽ. അതോ പത്രോസ് മേളിലേക്ക് പോകുമ്പോഴത്തേക്ക് താൻ എപ്പോഴും യേശുദമ്പുരാൻ്റെ കയ്യിൽ ഒരു ഐപാഡ് ഉണ്ടായിരുന്നു, അറിയാമോ? ഐപാഡ് എടുത്തിട്ട് വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് കാണിക്കുമോ, ഈ തലമൊട്ടയായിരിക്കുന്ന വല്യപ്പനാണ് ആര്? മോശ. താടിയൊക്കെ നീട്ടി വളർത്തിയ ആളാണ് ഏലിയാവ് എന്ന് കാണിച്ചോ? ഇല്ല. ഇപ്പോഴാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് അല്ലേ? ആരെങ്കിലും കടന്നുപോയ ആളുകളെ പോലും എത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധിക്കും. പക്ഷെ ഇത് സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണ് അറിയുന്നത്? ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ തിരിച്ചറിവുണ്ടാവും. എൻ്റെ 3ാമത്തെ ചിന്ത പെട്ടെന്ന് അടിവരയിടുക. ഈ പെരുന്നാളിൽ നമുക്ക് തിരിച്ചറിവുണ്ടാവണം. ഇന്നത്തെ ആധുനിക സമൂഹത്തിന്റെ ശാപം തിരിച്ചറിവില്ല. ആർക്കും ആരെയും തിരിച്ചറിയില്ല. കൂടെ പറക്കുന്ന തൻ്റെ ജീവിതം. ഈ സൂരജിനെയും ബിൻസിയെ കുറിച്ച് പറയുന്നത്, ബിൻസി കിട്ടിയ കാശ് കൊണ്ടാണ് അവനെ BSc നഴ്സിംഗ് പഠിപ്പിച്ചതും അവർ ജോലി വാങ്ങിക്കാൻ കുവൈറ്റിൽ കൊണ്ടുപോയതും ഇപ്പോൾ കൊണ്ടുപോകുന്നതും ഒക്കെ അവളാണ്. പക്ഷേ തൻ്റെ ജീവിത പങ്കാളി തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഇന്നത്തെ ആധുനിക തലമുറയുടെ പ്രശ്നം അതാ. നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നം അതാ. പള്ളിയിലെ കലഹത്തിന്റെ കാരണം അതാ. സഭയിലെ കലഹത്തിന്റെ കാരണം അതാ. വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തെറ്റുന്നതിന്റെ കാരണം അതാ. മക്കളും അപ്പനും അമ്മയും തമ്മിൽ തെറ്റുന്നതിന്റെ കാരണം അതാ. തിരിച്ചറിവില്ല. ആർക്കും ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമുക്ക് തിരിച്ചറിവുണ്ടാവണം. പെറ്റമ്മയെ തിരിച്ചറിയാൻ കഴിയണം. നിന്റെ ജന്മത്ത് തീരത്തില്ല അപ്പനും അമ്മയോടുള്ള കടപ്പാട്. വാസത്തിൽ 9 മാസം ചുമന്നതിൻ്റെ കടപ്പാട് അത് തിരക്കണമെങ്കിൽ ആശുപത്രിയിൽ പോയി അടൂരുണ്ട് ലൈഫ് ലൈനിൽ ചെന്ന് ചോദിക്കണം. 1 മണിക്കൂർ ഈ കുഞ്ഞിനെ, പ്രിമച്യൂറായിട്ടുള്ള കുഞ്ഞുങ്ങൾ ജനിക്കും. ഈ കുഞ്ഞുങ്ങളെ വാസ്തവത്തിൽ പ്രീ നേറ്റൽ കെയർ കൊടുക്കണമെങ്കിൽ ഒരു ദിവസത്തേക്ക് എത്ര രൂപ കൊടുക്കുന്നു ചോദിച്ചു നോക്കി അറിയാം. 10-25,000 രൂപ അതിൻ്റെ അത് മണിക്കൂറിൽ തന്നെ ആ മെഷീൻ്റെ മാത്രം സംവിധാനം. അപ്പോൾ ഈ അമ്മ 9 മാസം ചുമന്നതിന് നിന്റെ ജന്മത്തിൽ തീരുവോ കൊടുത്താൽ? എന്തോരം കാശ് മുടക്കം അമ്മ ഇതിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അമ്മമാർ നിങ്ങളെക്കുറിച്ച് ദുഃഖിക്കാനിടയാണ്. എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളതാ, അവന്മാരോടും പറയാനുള്ളതാ. കുഞ്ഞുങ്ങൾ ഓർക്കണം, അമ്മമാരെ ദുഃഖിപ്പിക്കരുത്. നിന്നെ അമ്മ ചുമന്നു. ഒരു ആങ്കൊച്ചൻ പറഞ്ഞതറിയാമോ നമുക്ക്? പ്രത്യേകിച്ച് കോഴിക്കോട് സമീപത്ത് നമ്മുടെ ഒരു ആശ്രമം ഉണ്ടല്ലോ, കോഴിക്കോട് സെൻറ്റ് പോൾസിൻ്റെ പുതുപ്പാടി ആശ്രമത്തിന് തൊട്ടടുത്ത, വലിയ ദൂരമില്ല. അവിടെ ഒരു കൊച്ചൻ സ്വന്തം അമ്മയെ വെട്ടുകത്തി കൊണ്ട് 17-18 വെട്ടുകുത്തി. അവസാനം ജീവൻ പോകുന്നപ്പോൾ മനസ്സിലായി, എൻ്റെ കുഞ്ഞെ നീ എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ലുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, നീ പെറ്റതിൻ്റെ കൂലിയാണെന്ന്, നീ പെറ്റതിൻ്റെ കൂലിയാണെന്ന് അമ്മയോട് പറഞ്ഞത്. ഇതുപോലുള്ള ശാപഗ്രസ്തമായ ലോകത്താണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഈ ശാപഗ്രസ്തമായ ലോകത്താണ് ജീവിക്കുന്നത്. മാതാപിതാക്കളുടെ ശാപം കുഞ്ഞുങ്ങൾ വലിച്ചു കെട്ടാനിടയാവരും. മാതാപിതാക്കളുടെ ശാപം വലിച്ചു കെട്ടാനിടയായത്. പ്രത്യേകിച്ച് സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 2020 നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ആരുമായിട്ടാ കളി? അവന്മാരോട് ചോദിച്ചാൽ അറിയാം ഇല്ലേ? ഏത് ടീം? അവർക്കൊക്കെ ഓരോ ടീമുണ്ട്. മുംബൈ ഇന്ത്യൻസിൻ്റെ ആളുകളുണ്ട്, ചെന്നൈയുടെ ഉണ്ട്. ഇന്നാരാ കളിക്കുന്നതൊക്കെ അറിയാം. ഇടയ്ക്ക് സ്കോറും നോക്കുന്നുണ്ട് അവർ. 2020 പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 20-20 എന്താ അവിടെ പറയുന്നത്? ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുട്ടിൽ അവന്റെ വിളക്ക് നിലാവിളിച്ചോളപ്പോൾ കിട്ടും. എന്താണോ? അല്ല, കൂരിരുട്ടിൽ തപ്പിത്തടഞ്ഞു പോലും രക്ഷപ്പെടാൻ പറ്റില്ല. തപ്പിത്തടഞ്ഞു പോലും. അവിടെ ചില പറയുന്നത്, ഒന്നുകൂടെ ഒന്ന് പറയാം, പിള്ളേരൊന്ന് കേൾക്കേണ്ടത്. ഇത് പിള്ളേരോട് മാത്രമല്ല, നിങ്ങളോടുള്ളതാണ്. ഏതെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ കണ്ണുനീരോടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ റാസ കഴിഞ്ഞ തിരി കത്തിച്ച് പോകാതെ, തിരി എരിയുന്ന പോലെ ഉള്ളെരിഞ്ഞുകൊണ്ട് കല്ലറയിൽ പോകണം.
കല്ലറയെ കൊണ്ട് വെക്കണം. നിന്റെ കുടുംബത്തിന് ശാപം മാറാൻ അതേ ഒരു വഴി. കാരണം കണ്ണുനീരോടെ കടന്നുപോയ നമ്മുടെ ചില പൂർവ്വപിതാക്കന്മാർ പല കുടുംബങ്ങളിലുമുണ്ട്. ഈ മാതാപിതാക്കൾ കണ്ണുനീരോടെ അവരെയൊക്കെ കണ്ണുനീര് കുടിപ്പിച്ചു വിട്ട ചില കാലമുണ്ട്. മൺമറഞ്ഞു പോയെങ്കിലും ശാപം ഒഴിയുകയില്ല. ശാപം ഒഴിയണമെങ്കിൽ ഇതേ വഴിയുള്ളൂ, കരയണം. ഈ തിരിയോടെ കൊണ്ട് കത്തിക്കണം, അത് ഉരുകുന്ന പോലെ ഉള്ളുരുകണം, പ്രാർത്ഥിക്കണം, ക്ഷമയോദിക്കണം. ഈ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും നോറ്റു വളർത്തി പോറ്റി കൊണ്ടുവന്ന് പഠിപ്പിച്ചൊക്കെ വന്നിട്ട് വഴി കാണുന്ന ഏതെങ്കിലും ഒരു കോന്തൻ്റെ പിന്നാലെ പോയിട്ട് അപ്പനും അമ്മയും ആരും അല്ലെന്ന് പറഞ്ഞാൽ ആ ചങ്ക് പൊടിയും. നിന്റെ ജന്മത്തെ എവിടെ പോയാലും ഇപ്പം ഈ പിള്ളേർക്ക് പറ്റിയ വിഷയം അത് തന്നെയാണ്. ഈ ബിൻസി വാസ്തവത്തിൽ അപ്പനും അമ്മയും ഒക്കെ നോറ്റ് വളർത്തി അവസാനം അവൾ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് ഒരുത്തനെ കണ്ണൂക്കാരൊരുത്തനെ അവൻ്റെ കൂടെ അങ്ങ് പോയി. വാസ്തവത്തിൽ അവൻ്റെ സൗന്ദര്യം കണ്ടതിൽ മതിച്ചു പോയി. അവസാനം ജീവിതം ഹോമിച്ചില്ലേ? ആരോടാ കുറ്റം പറയുക? ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാത്തിനും വ്യവസ്ഥ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പ്രാർത്ഥനയോടുകൂടി കണ്ണുനീരോടുകൂടി തക്ക സമയത്ത് തക്ക തുണയൊക്കെ തരപ്പെടുത്തുവാൻ പ്രാർത്ഥിച്ചു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ്. ഇവിടെയൊക്കെ അബദ്ധങ്ങൾ പിണഞ്ഞുകൊണ്ട് ജീവിതം ഹോമിക്കാനായിട്ടിടയാവരുത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ ജോലിയുള്ളൂ, എന്ത് വേണം? പഠിക്കുക മാത്രമാണ്. പഠിച്ചാൽ മതി. തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കിക്കോളും. ആവശ്യമില്ലാതെ മനക്കോട്ടൊന്നും കേട്ടില്ല. ഞാൻ പന്തളം ടൗണിനടുത്ത് താമസിക്കുന്നത്. കോളേജിലെ പിള്ളേരൊക്കെ വഴിയെ പോകുന്നുടനെ എനിക്ക് നാണം തോന്നും. ഞാൻ വിദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അവിടൊക്കെ പോലും ഇല്ലാത്ത വൈകൃതങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു നാട്ടിൽ, കൊച്ചു ഗ്രാമങ്ങളിൽ കാണുന്നത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാനൊരു സ്കൂൾ പ്രിൻസിപ്പലായിട്ടിരുന്ന എനിക്ക് സങ്കടമുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഒരിക്കലും ഈ ശരീരം എന്താണ്? ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇതിനെ നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ ജോലിയുള്ളൂ, പഠന കാര്യങ്ങളിൽ. അതുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കണം. ജന്മം തന്ന അമ്മയെ, ജന്മം തന്ന അപ്പനെ, കൂടപ്പിറപ്പുകളെ ആർക്കും കണ്ണുനീര് കൊടുക്കരുത്. എത്ര കുടുംബങ്ങളാണ് നശിച്ചിരിക്കുന്നത്, സങ്കടപ്പെടുന്നത്. എന്ത് സ്വപ്നം കണ്ടതാ? ഒന്നും അറിയാത്ത രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ LKG UKG കഴിഞ്ഞ് 1ാം ക്ലാസ്സിലേക്ക് പദമൂന്നുന്ന ഒരു പിഞ്ചോമനത്വമുള്ള ഒരു മോനും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളും. എന്നും ഇനി അവർക്കുള്ള ചിത്രം എന്താ? അനാഥ കുഞ്ഞുങ്ങൾ, അപ്പനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ. ആര് ദോഷം ചെയ്തു? അതിന് ആര് ദോഷം ചെയ്തു? ശാപം വലിച്ചു കെട്ടാനിട്ടിടയാവരുത്. നമുക്ക് നല്ല അനുഗ്രഹീതരായിട്ട് ജീവിപ്പാൻ സാധിക്കണം. അതുകൊണ്ട് തിരിച്ചറിവുണ്ടാവണം. അറിയേണ്ടവരെ അറിയേണ്ട പോലെ അറിയുവാനും മാനിക്കേണ്ടവരെ മാനിക്കേണ്ടതുപോലെ മാനിക്കുവാനും കഴിയണം. തൃത്താല ഒരു സ്കൂളിൽ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചൻ്റെ കയ്യിൽ നിന്ന് ഫോണൊന്ന് വാങ്ങിച്ചു ടീച്ചർ പ്രിൻസിപ്പലിൻ്റെ കൈ കൊണ്ട് കൊടുത്തു. പ്രിൻസിപ്പലിൻ്റെ മുറിയിലോട്ടാവും വന്ന് കൈ ചുരുട്ടി വെച്ചിട്ട് പറഞ്ഞു, തന്നെ ഭൂമിക്ക് വേണ്ടി വെച്ചേക്കുകയില്ല. ഒരു പ്രിൻസിപ്പലിനോട് പറയുക, ഒരു കൊച്ചു 11ാം ക്ലാസ്സുകാരൻ പറയാം, ഭൂമിക്ക് വേണ്ടി വെച്ചേക്കുകയില്ല. എവൻ്റെ ജന്മത്താ ഗുരുത്വദോഷം മാറുമോ? ജന്മത്തെ ഗുരുത്വദോഷം മാറുമോ? മാതാ പിതാ ഗുരു ദൈവം എന്നൊക്കെ എത്ര ശ്രേഷ്ഠമായി പഠിപ്പിച്ച പൈതൃകമുള്ള ഭാരതീയ പശ്ചാത്തലത്തിൽ എൻ്റെ ജന്മത്ത് മാറുമോ? ഗുരുക്കന്മാരുടെ നിന്ന ഒരിക്കലും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോൾ പണ്ട് വാദന്മാർ പറയും, ഗുരുക്കുനെ വിളിച്ചിട്ട് ഒരു പ്രതീകാത്മകമായിട്ട് മുമ്പിൽ നിർത്തിയിട്ടാണ് കാലേ തൊട്ട് തൊഴാൻ പറയുന്നത്. എന്തെങ്കിലും ഗുരുദോഷം കൊണ്ട് കുടുംബത്തിലേക്ക് പ്രവേശിക്കരുത്. അപ്പൻ്റെയും അമ്മയുടെയും കാല് തൊട്ട് തൊഴുന്നത് എന്തെങ്കിലും ശാപം കൊണ്ട് അതിനകത്തോട്ട് കയറാനിടയാവരുത് കുടുംബജീവിതത്തിൽ. കാരണം പിന്നീട് അവരും അപ്പനും അമ്മയാകാൻ പോവുക, അതിൻ്റെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുണ്ടാവരുത്. നന്മയുള്ള കുഞ്ഞുങ്ങളായി, നന്മയുള്ള തലമുറയായി പെരുന്നാളിൻ്റെ ആത്യന്തിക ലക്ഷ്യമത നഷ്ടപ്പെട്ട ചൈതന്യം വീണ്ടെടുക്കുക. നമ്മുടെ വീടുകളിൽ, ഇടവകയിൽ, സഭയിൽ, കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ട ചൈതന്യം, ഈ ചൈതന്യം വീണ്ടെടുക്കാൻ ഒരു ദൈവീകരണത്തിലേക്ക് വരണം. ദൈവീകരണത്തിന് 3 ഗുണവിശേഷങ്ങൾ ഉണ്ടാവണം. 1 ആന്തരിക വിശുദ്ധി ഉണ്ടാവണം. 2 ശരീരത്തിൻ്റെ വിശുദ്ധി ഉണ്ടാവണം. 3 തിരിച്ചറിയാൻ, പരസ്പരം തിരിച്ചറിയാൻ. എനിക്ക് ജന്മം തന്ന മാതാപിതാക്കളെ തിരിച്ചറിയാൻ. എന്നോടൊപ്പം ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോൾ ഇല്ലേ, കുറച്ചു നേരം സ്കൂളിൽ നിന്ന് പണ്ട് നഴ്സറി പഠിച്ചപ്പോഴും 2ാം ക്ലാസ്സിലാണെന്നോ 3ലാണെന്നോ എനിക്ക് ഓർമ്മയില്ല. ഇല്ല, അമ്മയെ കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് വീടിന് ചുറ്റും ഓടി നടന്നേച്ച് അമ്മയെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇപ്പം അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ചതുർത്ഥിയാണ് യുവത്തുങ്ങൾക്കൊക്കെ വാസ്തവത്തിൽ. അപ്പോൾ കണ്ടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ കുഞ്ഞുങ്ങൾ ഇന്ന് കണ്ടില്ലെങ്കിൽ സന്തോഷിച്ച് അടിച്ചു പൊളിക്കുന്ന രീതിയിൽ മാറണം, വ്യത്യാസപ്പെടണം, തിരിച്ചറിവുണ്ടാകണം. എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുക. അതെ, പൗലോസ് പ്രത്യേകിച്ച് ഈ സന്ധിയിൽ ഞാൻ തിരഞ്ഞെടുത്തൊരു കുറിവാക്യമായിട്ട് മാത്രമേ എടുത്തതേ ഉള്ളൂ. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 17ാം അധ്യായത്തിൻ്റെ 4ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, ഗുരു 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 ഇവിടെ ഇരിക്കുന്നത് നന്ന്, ആലയത്തിലിരിക്കുന്ന നന്ന്. ഈ പെരുന്നാളിൽ ആലയത്തിലിരിക്കുന്ന നന്ന്. പ്രത്യേകിച്ച് ഈ പെരുന്നാളിൽ ആലയത്തിലിരുന്നുകൊണ്ട് ഞാൻ നോക്കണം എൻ്റെ ഉള്ളിലേക്ക് ആന്തരിക വിശുദ്ധി. അനുദിനം പ്രാർത്ഥിക്കണം, യേശുവേ ദൈവപുത്ര മഹാഭാവി എന്നോട് കരുണ തോന്നണം. നിരന്തരം പ്രാർത്ഥിക്കണം, കരയണം. കരച്ചിലൊരു വരമാണ്.
കണ്ണുനീരൊരു വരമാണ് നിന്നെ ശുദ്ധീകരിക്കാനായിട്ട്. നന്നായിട്ടൊന്ന് കരയുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം വെറും പൂങ്കണ്ണീരൊഴിക്കുമ്പോഴല്ല, അല്ലാതെ ഉള്ളു നുറുങ്ങി ഒന്ന് കരയുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു വിടുതലുണ്ട്, വലിയൊരാശ്വാസം. കരയണം. 2, ഈ ശരീരം ദൈവത്തിൻ്റെ വരദാനമാണ്. ഇതിന് 6 പാക്കും 7 പാക്കും ഒന്നും ആക്കിയിട്ട് കാര്യമില്ല. ഇതിന് ഏറ്റവും, അല്ലെങ്കിൽ അതൊക്കെ തമ്പുരാനാ പാക്ക് ചെയ്യുന്നതുമൊക്കെ. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ശരീരമാണ്. അതിൻ്റെ വിശുദ്ധിയും നൈർമല്യവും ഒരിക്കലും നഷ്ടപ്പെടാതെ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള ബോധ്യത്തോടെ വിശുദ്ധി പാലിക്കുവാൻ, അതെ, പൂർണ്ണതയിൽ പാലിക്കുവാൻ നമുക്ക് സാധിക്കുമോ? 3, നല്ലൊരു തിരിച്ചറിവുണ്ടാവോ? ആത്മീയപിതാക്കന്മാരെ തിരിച്ചറിയുവാൻ, മാതാപിതാക്കളെ തിരിച്ചറിയാൻ, ഗുരുക്കന്മാരെ തിരിച്ചറിയുവാൻ, കൂടപ്പുറപ്പുകളെ തിരിച്ചറിയുവാൻ, എൻ്റെ സഭയെ തിരിച്ചറിയുവാൻ, എൻ്റെ വിശ്വാസം തിരിച്ചറിയുവാൻ. പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി വഴിയിൽ നിന്ന് കാണുമ്പോൾ എല്ലാം ത്യജിച്ചു പോവുക. അവസരത്തിൽ എല്ലാം ത്യജിക്കുക. ഇന്നലെ വരെ മാമോദീസ മുങ്ങിയത്, വിശുദ്ധ കുർബാന അനുഭവിച്ച ഒന്നും ഒരു വിഷയവുമല്ല. ഏതെങ്കിലും ഒരു കൊന്തൻ്റെയോ കൊന്തിയുടെ പുറകിന് പോകുമ്പോഴത്തേക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുക. അതും തിരിച്ചറിവിൻ്റെ കുഴപ്പമാണ്. നിന്നെ വളർത്തിക്കൊണ്ടുവന്ന നന്മയിൽ നിന്ന് വളരാൻ, പൂർണ്ണതയിൽ വളരാൻ നമുക്ക് സാധിക്കുമോ? എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുക. ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് അബദ്ധമായി പോയെന്ന്, ഇവിടെ ഇരിക്കുന്ന അബദ്ധമായി പോയെന്ന് ഇത്ര കേട്ടല്ലേ? ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നന്നെന്ന് പറയാൻ സാധിക്കണം. നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുന്നാവട്ടെ. ഈ പെരുന്നാൾ നമുക്കൊരു രൂപാന്തരം, ഒരു തേജസ്കരണത്തിൻ്റെ അനുഭവം. അതേ, പർവ്വതത്തിൻ്റെ മുകളിൽ തമ്പുരാൻ തേജസ്കരിക്കപ്പെട്ടതുപോലെ തേജസ്കരിക്കപ്പെട്ട പെരുന്നാൾ കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയട്ടെ, എൻ്റെ കുഞ്ഞിനെന്തൊരു മാറ്റം, സ്വഭാവത്തിന് എന്തൊരു മാറ്റം, അച്ഛനെന്തൊരു മാറ്റം, അമ്മമ്മയ്ക്ക് എന്തൊരു മാറ്റം. അത് പരസ്പരം പറയാൻ സാധിക്കട്ടെ. നമുക്ക് തേജസ് ഉണ്ടാവട്ടെ. ശ്രേഷ്ഠതയായ ഒരനുഭവം, നഷ്ടപ്പെട്ട ചൈതന്യം വീണ്ടെടുക്കുവാൻ ഈ പെരുന്നാളിടയാവട്ടെ എന്ന പ്രാർത്ഥനയോട് ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചോണ്ട് ശ്രദ്ധയോടെ കാത് കൂർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ടവരോട് അല്പം ചോദ്യമൊക്കെ ചോദിച്ച് കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിച്ചെങ്കിലും നിങ്ങളാ സഭ, വരും തലമുറ. ഇവരാണ് വാസ്തവ സഭയുടെ തലമുറ. ഇവരെ കേൾക്കേണ്ട കാര്യം. അതുകൊണ്ട് ആ നന്മയിൽ വളരുവാൻ ഈ കുഞ്ഞുങ്ങൾക്കും ബലഹീന എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും, പ്രത്യേകിച്ച് ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷങ്ങൾക്കെല്ലാം നന്മയും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.